അവിടെ വെച്ച് ഞാൻ നിനക്ക് എൻ്റെ പ്രേമം തരും. അയ്യോ, ആരും ട്രോളണ്ട, എല്ലാവരും ട്രോളിക്കോ. മമ്മൂക്ക ഈ ഏരിയയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങും. അപ്പൊ അങ്ങനെയുള്ള ആളെടുത്ത് മമ്മൂക്ക അവിടെ വന്നിട്ട് ചേർത്തിട്ട് അവിടെ ഇരുന്നു. രസതന്ത്രത്തിലാണ് ഫസ്റ്റിൽ വരുന്നത്. ഞാൻ പ്രകാശ് എന്ന് പറഞ്ഞ മൂവിയിലൊരു ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഞാൻ ഫഹദിനെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ ഞാൻ സാറിനോട് പറഞ്ഞു എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരുമോ ചോദിച്ചാൽ, ഞാൻ അടുത്ത് ചെന്നപ്പോ തന്നെ എന്നോട് എഴുന്നേറ്റ് നിന്നിട്ട് ഒളിച്ചോട്ടക്കാരിയല്ലേ, പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതിലും വലിയ സന്തോഷം എന്താ നമുക്ക് കിട്ടാൻ? ഇല്ല, ഇത്രയും വലിയൊരു ആക്ടർ നമ്മളെ തിരിച്ചറിയണില്ലേ. കഥ തുടരുന്നു. പാപ്പിയപ്പച്ചയിലൊക്കെയാണ് കുറച്ചുകൂടെ ശ്രദ്ധിക്കപ്പെട്ടത്. ഞാൻ ക്ലാരയെ മാരി ചെയ്യട്ടെ ചോദിക്കുമ്പോ ഒരു തെര വന്നിട്ട് പുള്ളിക്കാരിയുടെ മേലെ അടിച്ചു പോണം. ആ തെര മാത്രം മതി അതിന്റെ ഒരു അല്ലേ. എന്നിട്ട് എന്താ ക്ലാര ജയേഷിനെ കെട്ടാത്തെ? അങ്ങനെ ചോദിച്ചാ കുടുക്കി. പുള്ളിയായിട്ട് മീറ്റ് ചെയ്യാൻ തന്നെ കാരണം എന്താ? അവൾക്ക് ആ വീടിന് പുറത്ത് കിടക്കണം, അവൾക്ക് അവളുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം വേണം. കാരണം 2 ഡ്രസ്സൊക്കെ ഉണ്ടാവുള്ളൂ. അതിങ്ങനെ സേഫ്റ്റി പിന്നൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്നും മാറും. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ഞാൻ പോയിരുന്നത്. റോള് കുറവാണെന്ന് പറഞ്ഞിട്ട് അവിടെ സെറ്റിൽ പ്രശ്നം ഉണ്ടാക്കില്ല. വിനോദയാത്രക്കകത്ത് അയ്യേ, അതൊക്കെ ആലോചിക്കുമ്പോ എനിക്ക് എന്നെ തന്നെ എടുത്ത് കിണറ്റിലറിയാന്നോ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. മഞ്ജു, ഭയങ്കര സുന്ദരിയായിട്ടുണ്ടല്ലോ. താങ്ക് യു സോ മച്ച്. ഇത് 372. എന്താ മനസ്സിലായോ? എണ്ണി വെച്ചിട്ടാണോ? അതെ, രജനീഷ് ചേട്ടനെയും കൂട്ടിയിട്ട് 372. ഇങ്ങനെ ബുക്ക് സൂക്ഷിക്കുന്ന ഒരാളെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അത് ഞാൻ സൂക്ഷിക്കും. എന്നെ കുറിച്ചൊരു കോംപ്ലിമെന്റ് പറയല്ലേ, അപ്പൊ ഞാനത് സൂക്ഷിക്കല്ലോ. തീർച്ചയായിട്ടും ഇത് വല്ലാത്ത കോംപ്ലിമെന്റ് ആയിപ്പോയി. അതെ, ഈ മഞ്ജുഷ കോലോത്തെ അതിന്റെ പിന്നിലുള്ള കഥകളൊന്നും അറിയാതെയാണ് എന്നെ ഇന്റർവ്യൂവിന് വിളിച്ചത്. അതെ അതെ അതെ. എന്താ പറയാ, ചില ഇന്റർവ്യൂസ് അങ്ങനെയാണ്, നമ്മളിങ്ങനെ പ്രിപ്പറേഷൻ ഇല്ലാതെ ചെയ്യുന്നത് ഭയങ്കര തമ്പുരാട്ടിയാടോ. അതെ, അപ്പൊ ഈ ഷാ ആരായിട്ട് വരും? ഷാ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പാർട്ടാ. അതങ്ങോട്ട് ഒഴിച്ചു നിർത്തിയിട്ട് മഞ്ജു എന്ന് വിളിച്ചാൽ ഇത്രയും കൂടി സന്തോഷമായി, രസമായിരിക്കും. ഈ രസതന്ത്രത്തിലാണ് ഫസ്റ്റിൽ വരുന്നത്. ഒരു 5 വയസ്സുകാരിയുടെ ഓർമ്മയ്ക്കാ. ഈ കോലോത്തെ തമ്പ്രാട്ടി എങ്ങനെയാ രസതന്ത്രത്തിൽ എത്തിച്ചേ? കോലോത്തെ തമ്പുരാട്ടി എങ്ങനെയോ ഒരു അബദ്ധവശാൽ എത്തിന്ന് വേണമെങ്കിൽ പറയാം. അബദ്ധം പറ്റിയതാണല്ലേ? സാറിന് അബദ്ധം പറ്റി, സത്യൻ സാറിന്, അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം കുഗ്രാമത്തിലാണ്, ഇതിനെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പൊ വീട്ടിൽ ഈ ഫിലിം മാഗസിൻസ് സ്ഥിരം വരുത്തുമായിരുന്നു. അപ്പൊ അതിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ട് എനിക്ക് സാറിന്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് കിട്ടി. ഞാനൊരു രസത്തിന് വേണ്ടിയിട്ട് 2 ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സാറെടുത്ത് വേസ്റ്റ് ബിന്നിൽ ഇടുന്ന. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോ സാറ് വിളിച്ചു. അപ്പൊ ഈ സാറിന്റെ ഒക്കെ ഇന്റർവ്യൂ ഒക്കെ കണ്ടിട്ടുള്ള ആ ഒരു കേട്ടിട്ടുള്ള ഒരു സൗണ്ട് നമുക്ക് ഭയങ്കര ഫെമിലിയർ ആണല്ലോ. അപ്പൊ മഞ്ജു, ഞാൻ സത്യനന്ദിക്കാടാണ്. ഞാൻ അയ്യോ, എന്നെ ആരോ വിളിച്ച് പറ്റിക്കാന്നാ ഞാൻ വിചാരിച്ചത്. അപ്പൊ എങ്ങനെ ഫോട്ടോ കിട്ടി. അപ്പൊ എന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ മഞ്ജു ഒന്ന് വരൂ, നമുക്കൊന്ന് കാണാം, ഞാനിപ്പോ ഒരു പുതിയ ഫിലിമിന്റെ തയ്യാറെടുപ്പിലാണ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളാകെ സർപ്രൈസ്ഡ് ആവണു, സാറിനെ കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റും. അങ്ങനെ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, അതൊക്കെ പക്ഷേ രസതന്ത്രം കഴിഞ്ഞിട്ട് കുറച്ച് പടങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒടുവില് മാളികപ്പുറത്തിലാണ് കണ്ടത്. ഇതിനിടയ്ക്ക് എവിടെ വിളിച്ചിരുന്നു? ഇതിനിടയ്ക്ക് ഞാൻ എന്റെ കുഴപ്പം കൊണ്ടാണ്, ഞാൻ കോണ്ടാക്ട് കീപ്പ് ചെയ്യണതിൽ വളരെ മോശമാണ്. നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഒരുപാട് കോണ്ടാക്ട്സ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം, അപ്പോഴാണ് നമുക്ക് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പൊ ഞാൻ അതിൽ ഇത്തിരി വീക്കായിരുന്നു. പിന്നെ പേഴ്സണൽ ലൈഫ്, അതിലിടയ്ക്ക് മാരേജ് കഴിഞ്ഞു, കുട്ടികള്, പിന്നെ ഞാൻ വേറെ ജോലി. കല്യാണം കഴിഞ്ഞതാണോ? കണ്ടാ തോന്നില്ല. അങ്ങനെയൊക്കെ. മഞ്ജു ശരിക്കും എന്റെ സുഹൃത്തു കൂടെയാണ്. സത്യത്തിൽ ഈ വിവരങ്ങളൊക്കെ എനിക്ക് അറിയാം കേട്ടോ. അതുകൊണ്ടാണ് കോമിക്കായിട്ട് ചോദിച്ചത്. അല്ല, അതുകൊണ്ട് രജനീഷ് ചേട്ടനോട് ഞാൻ ഫ്രീ ആയിട്ട് സംസാരിക്കുന്നില്ല. ഇല്ലെങ്കിൽ കാശ് വാങ്ങിക്കുമായിരുന്നു. അതല്ല, പ്രേക്ഷകര് വിചാരിക്കും ഇത്രയും നല്ലൊരു ആങ്കറിനോട് ഈ പെണ്ണ് എന്തൊക്കെയാ ഈ സംസാരിക്കണ പോടം ഭാഷയെന്നൊക്കെ പറയുമ്പോഴേ അവർക്കൊരു ഇതുണ്ടാവുമല്ലോ. ഈ രസതന്ത്രം കഴിഞ്ഞിട്ട് പിന്നെ സത്യൻ സാറിന്റെ കുറെ സിനിമകൾ തന്നെ തുടർച്ചയായിട്ട് വന്നിട്ടുണ്ട്. ചെയ്തോ. ഒന്നാമത് അതിന്റെ ഒരു കാരണം, ഇൻഡസ്ട്രി ആയിട്ട് നമുക്ക് അത്ര വലിയ, അതായത് ഈ ഒരു ഇൻഡസ്ട്രി എങ്ങനെയാണ് സമീപിക്കേണ്ടതെന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല, എങ്ങനെയാണ് പോകേണ്ടത്. അപ്പൊ എന്റെ മനസ്സിൽ റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ സാറാ. സാറിന്റെ ഫിലിംസ് മാത്രമേ, അതായത് ഞാൻ അതിലൊരു കംഫർട്ട് ആയി പോയി.
അപ്പൊ തുടർന്ന് എങ്ങനെ പോണെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പൊ അധികം സാറിന്റെ ഫിലിംസിലാണ് കൂടുതൽ. ഈ മഞ്ജു അല്ലാതെ സംസാരിക്കുമ്പോൾ പാലക്കാടൻ സ്ലാങ് ആണ് വരാറുള്ളത്. ഇപ്പൊ പിടിച്ച് സംസാരിക്കണേണോ മഞ്ജു? അങ്ങനെയൊന്നുമില്ല. ഇന്റർവ്യൂവിൽ വന്നപ്പോ മാറിയല്ലോ. ഇല്ല ഇല്ല എന്ന് പറഞ്ഞോളൂ. എന്നാ ഞാൻ ലോ ലെവലാവാ. കുറച്ചുകൂടെ ലോ ലെവൽ. അല്ല, അതെന്താണെന്നറിയോ, എന്റെ സംസാരത്തില് ഞാൻ ഒരു സമയത്ത് ഭയങ്കര ഈഗോ അടിച്ചിരുന്നു, കോംപ്ലക്സ്. അതായത് നന്നല്ല, ഭയങ്കര അല്ല, ഞാൻ പറഞ്ഞത് ഗ്രാമീണത കൂടുതൽ വരുമ്പോ ആൾക്കാർക്ക് അത് അത്ര വലിയ ഇഷ്ടമൊന്നും ആവില്ല എന്നാണ് ഞാൻ കരുതിയത്. അപ്പൊ ഞാൻ ഒരു ദിവസം സാറോട് പറഞ്ഞു, സാർ എന്റെ സംസാരം ഭയങ്കര ബോറാണോ, ഇങ്ങനെയൊന്നല്ലേ ഒരു ആർട്ടിസ്റ്റ് സംസാരിക്കട്ടെ. അപ്പൊ എന്നോട് പറഞ്ഞു, അതായത് ഇനിയിപ്പോ മഞ്ജു മാറ്റി പിടിച്ചിട്ട് വേറൊരു ആർട്ടിഫിഷ്യൽ സംസാരത്തിലേക്ക് പോയാൽ അവിടെ മഞ്ജു ഇല്ല, വേറെ ആരോ ആണ് സംസാരിക്കുന്നത്. മഞ്ജു എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇങ്ങനെ തന്നെ പോയാ മതി. അപ്പൊ പിന്നെ എനിക്ക് ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഞാൻ എല്ലാവരോടും ഇങ്ങനെ തന്നെ സംസാരിക്കാം. എന്നെ അങ്ങനെ ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെട്ട മഞ്ജുവിനെ ഞാനും ഇഷ്ടപ്പെട്ട അതുകൊണ്ടാണ്. അതെല്ലേ, താങ്ക് യു. ആ ഒരു നിഷ്കളങ്കതയുണ്ടല്ലോ, ആ സ്ലാങ് ആണ് ശരിക്കും മഞ്ജു ഇവള് കൊള്ളാലോ എന്ന് തോന്നിയതില്ലേ. ഈ കഥ തുടരുന്നു പാപ്പിയപ്പച്ചയിലൊക്കെയാണ് കുറച്ചുകൂടെ ശ്രദ്ധിക്കപ്പെട്ടത്. പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന ഒരു പക്ഷേ റോളുകളൊക്കെ ആയിരിക്കും. കഥ തുടരുന്നൂലെ ലളിത ചേച്ചിയുടെ പൂജാരിയുടെ കൂടെ ഒളിച്ചോടി പോടുന്ന ആ ഒരു ക്യാരക്ടർ പറഞ്ഞിട്ടാണ് അധികം പേരും തിരിച്ചറിയാം. ഒളിച്ചോട്ടക്കാരി. അതിലൊരു രസം എന്താന്ന് വെച്ചാ, ആ സീനിൽ അഭിനയിച്ചത് ക്യാമറാമാൻ വേണു സാറിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു അന്ന്, വിഷ്ണു ചേട്ടൻ. അപ്പൊ ആ സമയത്ത് ഒരു ആർട്ടിസ്റ്റിന് ആവശ്യം വന്നപ്പോ പുള്ളിയാണ് അതില് എന്റെ കൂടെ അഭിനയിച്ചത്. അത് കഴിഞ്ഞ് കുറെ വർഷങ്ങൾ കഴിഞ്ഞ് ലാസ്റ്റ് മാളികപ്പുറം ചെയ്ത സമയത്ത് ഞാൻ അവിടെ ലൊക്കേഷനിൽ ചെന്നപ്പോ പെട്ടെന്ന് ഞാൻ പുള്ളിയെ കണ്ടപ്പോ, അതിന്റെ DOP ആണ്. കുറെ വർഷങ്ങൾക്ക് ശേഷം നമ്മള് അന്ന് ഒളിച്ചോടിയിട്ട് ഇപ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് പരിചയം പുതുക്കാൻ പറ്റി. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് അല്ലാതെ എനിക്ക് കുറച്ചും കൂടി ഒരു ഇതായി തോന്നിയത് പാപ്പിയപ്പച്ച. അതില് ദിലീപേന്റെ അനിയത്തിയായിട്ട്, അതും ഇപ്പോഴും എല്ലാവരും തിരിച്ചറിയണ ദിലീപേന്റെ അനിയത്തിയല്ലേ പാപ്പിയപ്പച്ചയില്, അങ്ങനെ ചോദിക്കും. സത്യത്തിൽ സത്യൻ സാറും തിരിച്ചറിഞ്ഞ അതുകൊണ്ടായിരിക്കില്ല നിങ്ങൾക്ക് ഒരു അനിയത്തിക്കുട്ടിയാവാനുള്ളൊരു എന്തൊക്കെയോ നമ്മൾ ഈ മലയാളികളുടെ കുറച്ച് സങ്കല്പം. പിന്നെ ഭാഗ്യദേവതയിൽ ഇന്നസെന്റിന്റെ മോളായിട്ട് അതിലും അത്യാവശ്യം നല്ലൊരു ക്യാരക്ടറായിരുന്നു. ഇതിലെ ഏറ്റവും വലിയ സന്തോഷം, ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ സിനിമകളുടെ ബേസിൽ ഞാൻ തിരിച്ചറിയപ്പെടുന്നുണ്ട്. ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്കറിയാലോ, രസതന്ത്രത്തിലെ ക്യാരക്ടർ ഒരു സീനേ ഉള്ളൂ, അത് പറഞ്ഞിട്ട് വരെ ഇന്ന സിനിമയിൽ ഇന്ന ക്യാരക്ടർ ചെയ്ത ആളല്ലേ പറയുമ്പോ ഫിസിക്കലി നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കുമല്ലോ. എന്നാലും അവര് തിരിച്ചറിയുന്നുണ്ട്. അത് ഞാൻ പിന്നെ വിചാരിച്ചു, ഞാനൊരു വലിയ സക്സസ് ഒന്നല്ല ഈ ഒരു ഇൻഡസ്ട്രിയിൽ, പക്ഷെ എന്നാലും ഇത്രയും കുറച്ച് സിനിമകളിൽ ഭാഗമാവാൻ കഴിഞ്ഞില്ലേ, ആൾക്കാരെന്നെ അറിയണുണ്ടല്ലോ. അത് എത്രയോ ആൾക്കാർ ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്നാ മതി എന്ന് മോഹിച്ചു വരുന്നവരുണ്ടായിരിക്കും. അതൊക്കെ വെച്ച് നോക്കുമ്പോ ഞാനൊരു സമയത്ത് ഒരു ഇതായിരുന്നല്ലോ, ആ ഒരു സന്തോഷം. ഞാൻ പ്രകാശ് എന്ന് പറഞ്ഞ മൂവിയിൽ ഒരു ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഞാൻ ഫഹദിനെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ ഞാൻ സാറിനോട് പറഞ്ഞു, എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരുമോ ചോദിച്ചാൽ, ഞാൻ അടുത്ത് ചെന്നപ്പോ തന്നെ എന്നോട് എഴുന്നേറ്റ് വന്നിട്ട്, ഒളിച്ചോട്ടക്കാരിയല്ലേ, പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതിലും വലിയ സന്തോഷം എന്താ നമുക്ക് കിട്ടാറ്? ഇല്ല, ഇത്രയും വലിയൊരു ആക്ടർ നമ്മളെ തിരിച്ചറിയണില്ലേ, സാറ്റിസ്ഫൈഡ് ആണ്, അത് മതി. മഞ്ജുവിന്റെ അടുത്ത് പലപ്പോഴും ഞാൻ സംസാരിക്കുമ്പോൾ കേട്ടിട്ടുള്ളതാണ്, പ്രത്യേകിച്ച് പത്മരാജൻ സിനിമകളെ കുറിച്ചൊക്കെ മഞ്ജു സംസാരിക്കുകയും പാടുകയൊക്കെ ചെയ്യുമ്പോൾ ആണ് ഞാൻ വിചാരിച്ചത്, പാടുവോന്ന് ചോദിച്ചാൽ സ്വരശുദ്ധി സ്വരമാധുരി ഒന്നും പ്രതീക്ഷിക്കരുത്. അതെ, അല്ല, ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ എനിക്ക്, കാരണം ഞാൻ മാത്രല്ലേ കേൾക്കുള്ളൂ, വേറെ ആരും കേൾക്കില്ലല്ലോ, അപ്പൊ എനിക്ക് ഇഷ്ടമാണ്. ഇന്ന് നമ്മൾ നാട്ടുകാരെ കേൾപ്പിക്കുന്നു. അയ്യോ ഇല്ല, രജനീഷേട്ട കൂടെ പാടും, അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും നോക്കാം. ഞാൻ പാടരുതെന്ന് എന്റെ പ്രേക്ഷകരെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പാടുന്ന ആളാണ്. അതെ അതെ അതെ, ട്രോള് മഞ്ജുവിന്റെ സ്ഥിരം സ്വഭാവമാണ്. ശരിക്കും ഇത് കാണുമ്പോൾ ശരിക്കും നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പുകളൊക്കെ ഉണ്ടല്ലോ, ആ പടമൊക്കെ ശരിക്കും മഞ്ജു സംസാരിക്കുമ്പോൾ അതിന്റെ ഒരു ആംഗിള് കേൾക്കാൻ എനിക്ക് ഭയങ്കര രസമാണ്. അത് ഞാൻ ഗന്ധർവൻ, അതൊക്കെ എനിക്ക് പ്രാന്താണ്, സത്യം പറയാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ കുറച്ച് ചില ഡയലോഗുകളൊക്കെ ഇപ്പൊ നമുക്ക് ഇൻസ്റ്റയിലൊക്കെ റീൽസ് ആയിട്ടൊക്കെ നമുക്ക് ഇപ്പൊ അധികം കാണാൻ പറ്റുന്നത്. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം, അതികാലം എഴുന്നേറ്റ് മുന്തിരിത്തോപ്പുകളിൽ പോയി മുന്തിരിവള്ളികൾ പൂത്ത് തളിർത്തുവെന്നും മാതളനാരകം പൂത്ത് വിടർന്നു എന്നും നോക്കാം, അവിടെ വെച്ച് ഞാൻ നിനക്കെന്റെ പ്രേമം തരും. എന്ത്
ഇതായിട്ടുള്ള അല്ല മഞ്ജു, ഡയലോഗുകളാണ്. ഈ ഡയലോഗ് ഇങ്ങനെയല്ലല്ലോ പറയേണ്ടത്. നമ്മൾ കുറച്ചുകൂടെയൊക്കെ തിരിഞ്ഞു നിന്ന് നല്ലൊരു ഷോട്ടൊക്കെ വെച്ച് റൊമാൻറ്റിക് ആയിട്ട്, ഓ ക്യാമറ ഉള്ളതാണ് കുഴപ്പം കേട്ടോ, ഇല്ലെങ്കിൽ മഞ്ജുവിന് കുഴപ്പമൊന്നും ഇല്ലെന്നാണ് മഞ്ജു പറഞ്ഞു വരുന്നത്. അതല്ല, മഞ്ജു തിരിച്ച് പാലക്കാടേക്ക് പോവേണ്ടതാണ്. അതെ അത് ശരിയാ. അതുകൊണ്ട് ഞാനിങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ്. അല്ല എനിക്ക് അതൊക്കെ അല്ല എങ്കിലും കുറച്ചുകൂടെ റൊമാൻറ്റിക് ആയിട്ട് അത് പറഞ്ഞ എങ്ങനെയായിരിക്കും മഞ്ജു പറയാ? ഈ ഡയലോഗ് മുഴുവനും അറിയാൻ തോന്നുന്നല്ലേ? അല്ല ഇത് ഞാൻ കണ്ട് എനിക്ക് പഠിച്ചു. ആ ഡയലോഗ് മുഴുവനും ഒന്ന് പറയാ കേക്കട്ടെ. എന്റെ മുഖത്തൊക്കെ റൊമാൻസ് വരില്ലെങ്കിലും. അതല്ല, നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലെ എഴുന്നേറ്റ് മുന്തിരിത്തോപ്പുകളിൽ പോയി മുന്തിരിവള്ളികൾ പൂത്ത് തളിർത്തുവോ എന്നും മാതളനാരകം പൂത്തു വിടർന്നുവോ എന്നും നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്ക് എൻ്റെ പ്രേമം തരും. വൗ, അയ്യോ ആരും ട്രോൾ ആരും ട്രോളണ്ട, എല്ലാവരും ട്രോളിക്കോ. അല്ല അതെന്താണെന്നറിയോ, അതൊക്കെ ഒരു ഫീലാണ്. അതുപോലെ ഞാൻ ഗന്ധർവനിലാണെന്നുണ്ടെങ്കിൽ ആ മുത്തെടുത്ത് കൊടുക്കുമല്ലോ, അത് ഓർമ്മയല്ലേ? ഇങ്ങനെ മാലയിൽ വെച്ചിട്ട് അതെടുത്ത് ഉമ്മ വെച്ചാൽ എപ്പോഴാണ് നിനക്ക് എന്നെ കാണണം തോന്നുന്നത്, ഞാൻ നിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടും എന്ന് പറയും. അങ്ങനത്തെ ചില സംഗതികളൊക്കെ അതിലെ പാട്ടുകള്, അയ്യോ ആ പാട്ടൊക്കെ ഞാനൊരു എത്ര തവണ കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഇമോഷണൽ ഇത് വരികയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇത് എനിക്ക് പാട്ടില്ലാതെ ജീവിക്കാൻ പറ്റില്ല. പാട്ട് കേൾക്കാതെ, പാടാൻ കഴിവില്ല, പക്ഷെ കേൾക്കാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ സ്ഥിരം കേട്ടോണ്ടിരിക്കുന്ന പാട്ടുകളാണ്. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ അത്യാവശ്യം സംസാരിക്കുന്ന സിനിമയാണ്. എല്ലാവരും സംസാരിക്കുന്ന ഒരു സിനിമയാണ്. അതില് ഇവര് തമ്മില് സംസാരിക്കുന്ന സമയത്ത് സോളമൻ ചോദിക്കുന്നുണ്ട്, സോഫി കണ്ടിട്ടുണ്ടോ മുന്തിരിത്തോപ്പുകൾ? ഇല്ല. ഒരു ദിവസം സോഫിയെ ഞാനവിടെ കൊണ്ടുപോകാന്ന് പറയുമ്പോ അവളുടെ ഒരു നോട്ടുണ്ട് പുള്ളിയുടെ നേർക്ക്. അതായത് അവളോട് ആദ്യമായിട്ട് ഒരാൾ അങ്ങനെ ചോദിക്കണേ. അവൾ ആ വീടിന്റെ ഉള്ളിൽ അങ്ങനെ ഇരുന്നിട്ട് ഒരാള് പുറത്തേക്ക് കൊണ്ടുപോകാന്ന് പറയുമ്പോ അവളുടെ ആ ഒരു എക്സൈറ്റ്മെന്റ്, ആ ഒരു ചോദ്യം ആദ്യമായിട്ട് കേട്ടിട്ടുള്ള ആ ഒരു ഫീല് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാ സാറ് ചെയ്തിരിക്കുന്നത്. പുതിയ സോളമന്റെ തോട്ടങ്ങൾ അതിനേക്കാളും ബെറ്ററാ. ഒരു ദിവസം സോഫിയെ ഞാൻ അവിടെ കൊണ്ടുപോവാ. അതുപോലെ പാട്ടുകള്, അതുപോലെ ഞാൻ ഗന്ധർവനിലെ പറയുകയാണെങ്കിൽ ദേവി ആത്മരാഗമേകാം ദേവി, എന്താണ് ആ ഒരു സ്മോക്കിന്ന് പുള്ളി ഇങ്ങനെ വരുന്നത്. അത് ഒരിക്കലും എത്രയൊക്കെ ഇത് വന്നാലും എന്റെ മനസ്സ് ആ കാലത്ത് നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന എനിക്ക് തോന്നണില്ല. എനിക്കിഷ്ടമാണ് അപ്ഡേറ്റഡ് ആവണം. നമ്മൾ എപ്പോഴും ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളാവുമ്പോൾ നമ്മൾ എല്ലാത്തിലും അപ്ഡേറ്റഡ് ആയിരിക്കണം. പക്ഷെ ചില സംഗതികളിലും മനസ്സ് ഉടക്കി പോയ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വരാനൊരു അതെ അതെ ഞാൻ അവിടെ നിൽക്കുക. അതുപോലെ കേളി, എന്താ ഭരതൻ സാറിന്റെ അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ എനിക്ക് പിന്നെ ഒരു ഇഷ്ടം തോന്നി മായാമയൂരം രജനീഷേറിന് ഇഷ്ടമാണോ? അതെ അതെ, വേറൊരു മൂഡാണ്. അതില് പുള്ളി ആ കാറിന്നൊക്കെ സംസാരിക്കണ ഒരു ഇതില്ലേ, പട്ടാമ്പിയോ എന്റെ രാജ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര നിഷ്കളങ്കായിട്ടാ സംസാരിക്കണേ. അതുപോലെ അതില് നമ്മളെ രേവതി ചേച്ചിയുടെ ആ ഒരു സോങ് പോർഷൻ കബി കബി മേരെ ദിൽ മേ, പിന്നെ പുള്ളി കബി കബി ഉപയോഗിക്കണം. അതൊക്കെ എനിക്ക് അങ്ങനത്തെ സംഭവം ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഞാൻ കുടുങ്ങി കിടക്കും, ഇനി അവിടുന്ന് പോരില്ല. പക്ഷേ ഈ കാലഘട്ടത്തിന്റെ ഒരു പടമായിരുന്നു മാളികപ്പുറം, ഹിറ്റ് പടമായിരുന്നു. അത് ഭയങ്കര ഒരു ഇപ്പോ വീണ്ടും ഒരു ബ്രേക്ക് കിട്ടും മഞ്ജുനൊന്ന് തോന്നിയിട്ടുള്ള ഒരു പടമാണ്. അതെ അതെ തീർച്ചയായും. അത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇൻഡസ്ട്രി ആയിട്ട് ഒരു ബന്ധമില്ലാതിരിക്കുന്ന സമയത്ത് വളരെ ഒട്ടും വിചാരിക്കാതെയാണ് സഞ്ജയ് ഏട്ടനെ അതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളറിനെ വിളിക്കണേ. അവിടെ ചെല്ലുമ്പോഴും നമുക്ക് ഇങ്ങനൊരു ഇത്രയും ബമ്പർ ഹിറ്റ് അവിടെ ഒരു പടത്തിലേക്ക് നമ്മൾ പോണേന്ന് അറിയണില്ല. സാധാരണ പോണു കുറേ ആർട്ടിസ്റ്റുകളെ ഒത്തിരി കാലത്തിന് ശേഷം കാണുന്നു. പക്ഷെ എൻ്റെ ജീവിതത്തിൽ അത് ഇതായത് എങ്ങനെയാ വെച്ചാൽ കുറേ നല്ല നല്ല വ്യക്തിബന്ധങ്ങൾ കിട്ടി. എനിക്ക് റിലേഷൻഷിപ്പുകൾ വളരെ കുറവായിരുന്നു. ഒത്തിരി നല്ല നല്ല ബന്ധങ്ങൾ കിട്ടി. പിന്നെ ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമായി നമ്മൾ നാട്ടിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് പേര് നമ്മളെ അംഗീകരിക്കണു, തിരിച്ചറിയണു, ഒരുപാട് പ്രോഗ്രാംസ് കിട്ടണു. അത് ശരിക്കും ലൈഫ് ചേഞ്ച് ചെയ്തൊരു പടം തന്നെയാണ്. ഉണ്ണി പരക്കെ അംഗീകരിക്കപ്പെടുന്ന ഒരു സ്റ്റാറാണ്. അതെ അതായത് ഇന്ത്യ മുഴുവനും ശ്രദ്ധിക്കുന്ന, അല്ലെങ്കിൽ ലോകം തന്നെ ശ്രദ്ധിച്ച പടം. ഞങ്ങളുടെ അഭിമാനമാണ്. ഇതാണ് കുഴപ്പം, നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പാലക്കാടും ഒറ്റപ്പാളവും നിഷ്കളങ്കയും കൊണ്ടുവരും. അല്ലല്ല, അതൊരു സന്തോഷല്ലേ. നമ്മള് പിന്നെ നമ്മളെ നാട്ടിലുള്ള ഒരാൾ അത്രയും വലിപ്പോ മാർക്കോ, ഗെറ്റ് സെറ്റ് ബേബി ഒക്കെ വലിയ വിജയമായിരിക്കണ സമയം നമുക്ക് അത്രയും സന്തോഷമാണ്. നമ്മളെ വീട്ടിലുള്ള ഒരാൾക്ക് ഒരു ഭയങ്കര സക്സസ് ഉണ്ടാവുമ്പോൾ നമുക്ക് എങ്ങനെയാ തോന്നുക, അതുപോലെ തന്നെ. അപ്പൊ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയെന്ന് ചോദിച്ചാൽ
ഉണ്ണിയുടെ പേര് പറയും. കൊറേ ഉണ്ണിയുണ്ട്, പിന്നെ ജോജി ചേട്ടന്റെ കൂടെ ഒരു പടം ചെയ്യണമെന്ന് വലിയ ആഗ്രഹം. ചില ആക്ടേഴ്സിന് നമുക്ക് അങ്ങനെ തോന്നും. ഇപ്പൊ ഇറങ്ങിയ ഓരോ മൂവി കാണുമ്പോ ഇവരുടെ കൂടെ നമുക്കൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് തോന്നാറുണ്ട്. ഇപ്പൊ കൊറേ, കാരണം ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന വളരെ കുറവാ. ഇനി പുതിയതായിട്ട് ഇവരുടെയൊക്കെ കൂടെ നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷ. എന്റെ കൂടെ എന്നാ സിനിമയിൽ അഭിനയിക്കാം? രജനീഷ് ചേട്ടൻ വിളിക്കും, ഞാൻ വരാം. ആ ക്വസ്റ്റ്യൻ കേട്ടപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് ഇയാള് സിനിമയിൽ അഭിനയിച്ച് തുടങ്ങിയില്ലല്ലോ എന്നുള്ളതാണ്. അല്ല, രജനീഷ് ചേട്ടന് ഭാവിയുണ്ട്. അതെ അതെ, നല്ല കലാകാരനല്ലേ. ആ ട്രോളി വീണ്ടും ഇതിനൊക്കെ ഞാൻ മറുപടി പറയൂടി ഒരു കാലഘട്ടത്തിൽ. സത്യമായിട്ടും ഇവള് സംസാരിക്കുന്നത് ട്രോളാണോ ശരിക്കും പറയണമെന്ന് അറിയാൻ പറ്റില്ല കേട്ടോ. സീരിയസ്ലി രജനീഷ് ചേട്ടൻ ഒരുപാട് ഫാൻസ് ഉള്ള ഒരു ആങ്കർ. സിനിമയിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആങ്കർ സിനിമയിലേക്ക് വരൂ. അതെ, ശിവകാർത്തികേയൻ എങ്ങനെയാ വന്നേ? ആങ്കർ ആയിരുന്നില്ലേ, പിന്നെ ഇത്രയും വലിയൊരു സൂപ്പർ സ്റ്റാർ ആയി മാറിയില്ലേ? എത്ര പേര് ആങ്കേഴ്സ് ആയിരുന്നു? വരില്ലേ? ആസിഫ് അലി ആങ്കർ ആയിരുന്നു. തീർച്ചയായിട്ടും അതുപോലെ വരും. അതേപോലെ അവസാനം വരുന്ന കണ്ണിയാണ് ഞാൻ, ആങ്കർ കണ്ണി. മഞ്ജു ശരിക്കും ഇപ്പോഴും ഇങ്ങനെ സൗന്ദര്യം സൂക്ഷിക്കുന്നതിന്റെ പിന്നിൽ എന്താ? അത്ര വലിയ സുന്ദരിയാണോ? ആണോ? ആണ്. ആണെന്ന് അല്ല, സത്യമായിട്ട് അല്ല, എനിക്ക് അല്ല, ആണ്, ശരിയാണ് ശരിയാണ്. ഭയങ്കര അങ്ങനെ പറഞ്ഞു കേട്ടതിൽ സന്തോഷം കേട്ടോ. ഇപ്പൊ പറയാൻ പോകുന്ന ആൻസർ ഞാൻ പറയാം. ഞങ്ങള് ആണെങ്കില് ഒരു യാത്ര കഴിഞ്ഞ് വന്നു കഴിഞ്ഞാല് നമ്മള് ഇപ്പോ ഫ്രഷ് ആവണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സൗന്ദര്യമൊക്കെ സംരക്ഷിക്കണമെങ്കിൽ നാട്ടിൻപുറത്തെ പച്ചമഞ്ഞളും പിന്നെ എന്താ പറയാ കുറുന്തോട്ടിയൊക്കെ എടുത്തിട്ട് ഒക്കെ ഇത് മഞ്ജു, അതെ ഈ മഞ്ജുവിന് എനിക്ക് ഇന്നും ഇന്നലെ അല്ലല്ലോ. ഓ ശരി ശരി, മെനങ്ങാന്നേ അറിയാലോ. അല്ല സത്യാണ്. അങ്ങനെ ഉണ്ടെന്ന് പറയാം, സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടപ്പോ സന്തോഷം. ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ട്രോൾ ചെയ്താ. സീരിയസ്ലി അല്ല, ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല. ശരിക്കും നമ്മളിപ്പോ ഫേഷ്യൽ അങ്ങനെ ബ്യൂട്ടി പാർലറിൽ പോയിട്ടുള്ള ട്രീറ്റ്മെന്റ് അത് മോശമാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. നമ്മള് സെൽഫ് കെയർ ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണം, ഒക്കെ ശരിയാണ്. പക്ഷെ എനിക്ക് അതിനുള്ളൊരു ഇതില്ലാത്തത് കൊണ്ട്, സാഹചര്യം ഓക്കെ അല്ലാത്തത് കൊണ്ട് നമുക്ക് പലർക്കും പലതായിരിക്കും. വീട്ടിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാറുണ്ട്. വീട്ടില് എന്റെ മെയിൻ തേങ്ങാപ്പാൽ, കസ്തൂരി മഞ്ഞൾ, തലമുടി കെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെമ്പരത്തിപ്പൂവ്, തലയിൽ വെക്കാനല്ല കേട്ടോ, ചെമ്പരത്തി താളി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ നന്നായി വെള്ളം കുടിക്കും, രാവിലെ നേരത്തെ എണീക്കും, പറ്റണ പോലെ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യും. അത്യാവശ്യം നമ്മളെ കൊണ്ട് കഴിയണമാതിരി വീട്ടിൽ വെച്ചിട്ടുള്ള എന്തെങ്കിലും വർക്കൗട്ടുകളൊക്കെ ചെയ്യും. വീട്ടിലെ ജോലികളെല്ലാം ചെയ്യും. അങ്ങനെ അതാണ് അന്ന് നമ്മൾ കണ്ട +2 കാരി ഇന്നും അങ്ങനെ തന്നെ ഇരിക്കുന്നത്. താങ്ക് യു. ഇത് കാണുമ്പോ പ്രേക്ഷകർ എന്താ പറയാ? ഓ എവിടെ സൗന്ദര്യം? അതെങ്ങനെ തന്നെ ചോദിക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സൗന്ദര്യം എന്താണ്? രജനീഷ് ചേട്ടനെ കുറിച്ച് ഞങ്ങൾക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു, അതെല്ലാം പോയല്ലോ. ഈ പെങ്കൊച്ചിനെ പുകഴ്ത്താൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ. അല്ല നമുക്ക് ഇനി വെറുതെ ആണെങ്കിലും കൂടി കേൾക്കുമ്പോ ഭയങ്കര സുഹൃത്താണ് കേട്ടാ, അതുകൊണ്ടാണ്. ഈ ഗന്ധർവനെ കുറിച്ച് പറഞ്ഞപ്പോ ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കുന്നതാണ് അങ്ങനെ ഒരു കാമുകൻ. നമ്മൾ വിളിക്കുമ്പോ വരുന്നൊരു കാമുകൻ. അത് ശരിക്കും ഒരു നമ്മളെ നാട്ടിൻപുറത്തൊക്കെ ഒതുങ്ങിയൊക്കെ ഇരിക്കുന്ന പെൺകുട്ടികൾ പോലും, ഇപ്പൊ നമ്മൾ ഒതുങ്ങി ജീവിക്കാന്ന് പറയില്ല, അങ്ങനത്തെ പെൺകുട്ടികൾ പോലും ശരിക്കും അങ്ങനെ ഒരു ഗന്ധർവൻ ഉണ്ടെങ്കിൽ എന്ന് മോഹിച്ചിട്ടുണ്ടാവും. അതൊരു പക്ഷെ അതായിരിക്കും പത്മരാജൻ സാറ് അത് പകർത്തിയിട്ടുണ്ട്. അതിലൊരു നിഷ്കളങ്കത ഉണ്ട്. പിന്നെന്ന് പറഞ്ഞാ ആ പാലപ്പൂവിന്റെ നിറം, പാലപ്പൂവിന്റെ മണം, അതൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ശരിയാണ് രജനീഷ് പറഞ്ഞത്. അങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. നമ്മൾ വിചാരിക്കുമ്പോഴേക്കും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. അതെ, സമൂഹത്തിനെ ശരിയാ. മഞ്ജു അത്തരത്തിലുള്ള സ്വപ്നങ്ങളൊക്കെ ഗന്ധർവന്മാരെയൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഇല്ലാന്ന് പറഞ്ഞാൽ ചിലപ്പോ അതൊരു നുണയായി മാറും. അതാണ് മഞ്ജു തുറന്നു പറഞ്ഞിരിക്കുന്നു. പിന്നെ ഇത്തിരി, അതായത് വായന മീൻസ് കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുന്ന ഒരാളല്ലെങ്കിൽ കൂടി ഇങ്ങനെ ചില സാധനങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ മിന്നി തെളിഞ്ഞു പോകും. അപ്പൊ എവിടെയെങ്കിലും ഒന്ന് കുറിച്ചിടുക, അങ്ങനത്തെ ഒക്കെ താല്പര്യങ്ങളുള്ള ആളാ. അപ്പൊ ഇത് എല്ലാം കൂടി കണക്റ്റഡ് ആവുമ്പോ എവിടേക്കോ ഒരു ഗന്ധർവനെ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ട്രോൾ ചെയ്തല്ല കേട്ടോ, ആക്ച്വലി എല്ലാവരും ആഗ്രഹിക്കാറുള്ളതാണ് അങ്ങനെ ഒരു റൊമാൻസ് ഒക്കെ. നമ്മൾ വിചാരിക്കുന്നത് പോലെ
ആയിരുന്നെങ്കിലും നമ്മൾ വിചാരിക്കില്ലേ? ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അത് എന്താ പറയാ, ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു പ്രണയമാണല്ലോ. അതിന്റെയൊക്കെ ബ്യൂട്ടി ഇനി ഉണ്ടാവുമോ എനിക്ക് തോന്നണില്ല. ഈ അഭിപ്രായം എനിക്കില്ല. ബ്യൂട്ടി എല്ലായിടത്തും ഉണ്ട്. അല്ല, ബ്യൂട്ടി ഉണ്ട്, പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ സംതിങ് ഡിഫറെന്റ് ആണ്. ഇതാണ് ഇവരുടെയൊക്കെ കുഴപ്പം. ഈ 90s കിഡ്സ് 2K കിഡ്സ് എന്നൊക്കെ പറയുന്നതിന്റെ വ്യത്യാസത്തിന്റെ കുഴപ്പം ഇതാണ് കേട്ടോ. രജനീഷേട്ടാ, നമുക്ക് അതിന് ഇറങ്ങി വരാൻ പറ്റില്ല. അതാണ് പത്മരാജൻ സാറൊക്കെ കോട്ട കെട്ടി ഇവര് അതിനകത്ത് ഇട്ടിരിക്കുക. പത്മരാജൻ സാറൊക്കെ ഇപ്പൊ ഉണ്ടായിരുന്നു. സാറ് പറഞ്ഞ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഇതൊക്കെ പൊളിച്ചു വരുമെന്നാണ് പറഞ്ഞത്. ആയിരിക്കാം, പക്ഷെ അങ്ങനത്തെ ഒക്കെ മൂവീസിന്റെ ഭാഗമാകും. അതൊക്കെ വീണ്ടും എടുക്കുകയും എന്നെയൊക്കെ വിളിച്ചാൽ മതിയായിരുന്നു. തൂവാനത്തുമ്പികളെ നമുക്ക് മറക്കാൻ പറ്റുമോ? അതില് ജയകൃഷ്ണൻ, ക്ലാര, രാധ ഒക്കെ മറക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ജയകൃഷ്ണൻ ഭയങ്കരമായിട്ട് പറഞ്ഞതാ ക്ലാരയോട്. ഭയങ്കര ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അയാൾ 2-3 വട്ടം പറയുകയും ആവശ്യം കാത്തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്താ ക്ലാര ജയകൃഷ്ണനെ കെട്ടാത്തെ? അങ്ങനെ ചോദിച്ചാ കുടുക്കി. അല്ല, നമ്മളെന്താന്ന് വെച്ചാ ഈ ഒരു ഫിലിം കാണുമ്പോ ആ ഒരു ഫീല് ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. അതില് ഒരു സീനില്ലേ, അവര് കടപ്പുറത്തിരുന്ന് സംസാരിക്കണ ഒരു സീൻ. അതില് പുള്ളി കുറച്ച് മദ്യപിച്ചിട്ടുണ്ടാവും. അപ്പൊ പുള്ളി ചോദിക്കുന്നുണ്ട്, ഞാൻ ക്ലാരയെ മാരി ചെയ്യട്ടെ ചോദിക്കുമ്പോ ഒരു തിര വന്നിട്ട് പുള്ളിക്കാരിയുടെ മേലെ അടിച്ചു പോ. ആ തിര മാത്രം മതി അതിന്റെ ഒരു ഇത് അല്ലേ? ശരിയല്ലേ? പിന്നെ അതുപോലെ അവിടെ ഒരു പ്രശ്നമുണ്ട്, തിരയിൽ ചോദ്യമുണ്ട്, അത് ഞാൻ പിന്നെ ചോദിക്കാം. ഓക്കെ. പിന്നെ അതുപോലെ അവര് തമ്മിൽ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുമ്പോഴുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ എന്താ അത്? പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ടില്ല. എന്താ അത് ചോദിക്കൂ. അതായത് ഇപ്പൊ ഇതൊക്കെ ശരിയാണ്. ഈ തിരയടിക്കുന്നതിലകത്തൊരു കാര്യം ഞാൻ കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ ആ ചോദ്യം അത്രയും കൊണ്ടു. അത് അവളുണ്ടാക്കുന്ന ഒരു സാധനമാണ് ആ സീനിലൂടെ കാണിക്കുന്നത്. അത്രയും പോയറ്റിക് ആയിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ പോയട്രി ഒക്കെ കേട്ടിരിക്കുമ്പോൾ നമ്മൾ ശരിക്കും ലോജിക്കലി ചോദ്യങ്ങൾ ചോദിക്കാൻ മറന്നുപോയിട്ടുണ്ട്. അതാണ് സാറിന്റെ ഒരു എഴുത്തിന്റെ ശക്തി, ഇല്ലെങ്കിൽ ഒരു പറച്ചിലിന്റെ ശക്തി എന്ന് പറയുന്നത്. പക്ഷെ എന്നിട്ടും എന്തേ ഇപ്പോ അവര് മലമുകളിൽ നിൽക്കുന്ന സമയത്ത് അവർ പരസ്പരം പറയുന്നുണ്ട്. ഒരു ഭ്രാന്തന്റെ നിലവിളി കേൾക്കുമ്പോൾ ആ ചങ്ങലയില് മുറിവില് ഒരയുമ്പോഴാണ് വിളിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ അവള് പറയുന്നതെന്ന് വെച്ചാൽ ആ ചങ്ങലയിൽ ഒറ്റ കണ്ണിയാവാൻ അവൾ ആഗ്രഹിക്കുന്ന ഒന്നാണ്. ആ ചങ്ങലയുടെ വേറെ കണ്ണികളുമായിട്ടൊന്നും ബന്ധം അവക്കില്ല എന്നും ഈ ജയകൃഷ്ണൻ എന്ന് പറയുന്ന ഒറ്റ കണ്ണിയുമായിട്ടാണ് ആ ബന്ധമുള്ളത്. അത് മുറിവാണെങ്കിൽ പോലും ആ മുറിവാവാൻ അവൾ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ജയകൃഷ്ണനുമായിട്ട് അത്രയേറെ അവള് അത്രയും ഒരു ബന്ധമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിട്ടും എന്തേ ജയകൃഷ്ണനെ കെട്ടാത്ത? ഞങ്ങളുടെ ജയകൃഷ്ണൻ അവഗണിച്ചത് എന്തിന്? അവളുടെ ചിന്താഗതി വേറിട്ടിട്ടായിരിക്കും. അവള് ഇത്തിരിയും കൂടി സ്വാതന്ത്ര്യബോധമുള്ള കുട്ടിയായിട്ടായിരിക്കാം. അതായത് ഒരു റിലേഷൻഷിപ്പിൽ അങ്ങനെ ഇതായിട്ട് പോവാതെ അവൾക്ക് പുറത്ത് കിടക്കണം. അതിനാണല്ലോ അവൾ ആ പുള്ളിയായിട്ട് മീറ്റ് ചെയ്യാൻ തന്നെ കാരണം എന്താ? അവൾക്ക് ആ വീടിന് പുറത്ത് കിടക്കണം, അവൾക്ക് അവളുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം വേണം. അപ്പൊ പുള്ളിക്കാരി ആഗ്രഹിച്ചത് ആ രീതിയിലുള്ള ഒരു ലൈഫായിട്ടായിരിക്കാം. താത്വികമായി അവലോകനം ചെയ്തു. ആ പറഞ്ഞത് എനിക്ക് ഓക്കെയാണ്. പക്ഷേ ശരിക്കും സ്വാതന്ത്ര്യമോഹം എന്ന് ഉദ്ദേശിച്ചാൽ അവള് വേറെ കല്യാണം കഴിക്കുന്നില്ല എന്നുള്ളതാണ് അവളുടെ ഒരു, അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ആ അവള് തന്നെ അവസാനം പോയി കല്യാണം കഴിച്ചിട്ടാണ് ഈ പ്രശ്നത്തെ പരിഹരിക്കുന്നത്. അതെങ്ങനെ ന്യായീകരിക്കണം നമ്മൾ? അതെന്ന് പറഞ്ഞാൽ ജയകൃഷ്ണൻ അവളിൽ ഒന്ന് കുടുങ്ങി പോണുണ്ടോന്ന് അവൾക്കൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ രാധയെ കല്യാണം കഴിച്ചിട്ട് ജയകൃഷ്ണൻ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്നുള്ളൊരു സംഭവം പുള്ളിക്കാരിയുടെ ഉള്ളിൽ കിടക്കുക. അപ്പോ ഇവരിടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. ഇവള് നാട്ടിലേക്ക് വന്നാൽ പുള്ളിക്കാരൻ വരും, മീറ്റ് ചെയ്യും. അപ്പൊ രാധയോട് പുള്ളിക്കാരൻ പറഞ്ഞൊരു വാക്കുണ്ട്, മീറ്റ് ചെയ്യണ, അതായത് രാധയെ കല്യാണം കഴിക്കുക, പിന്നെ അവര് തമ്മിൽ ഒരു കണക്ഷനും ക്ലാരയായിട്ടൊരു കണക്ഷനും ഉണ്ടാവില്ല എന്നുള്ളൊരു സംഭവം. അപ്പോ ജയകൃഷ്ണനോട് പുള്ളിക്കാരിക്കുള്ള ഒരു എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ജയകൃഷ്ണനോട് പുള്ളിക്കാരിക്ക് ഒരു ആത്മാർത്ഥത അവിടെ കിടക്കുന്നുണ്ട് ക്ലാരയ്ക്ക്. അപ്പോ ഇതിനൊരു ശരിക്കുള്ള ഒരു ഇത് എൻഡ് വരണം എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി വേറെ ലൈഫുമായിട്ട് സെറ്റിൽഡ് ആയി എന്നുള്ള ജയകൃഷ്ണന്റെ മനസ്സിൽ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാലാണ് ജയകൃഷ്ണൻ ഇവിടെ രാധയുടെ കൂടെ ആത്മാർത്ഥമായിട്ട് ജീവിക്കാൻ പറ്റും. ജയകൃഷ്ണനെ പോലെയുള്ളൊരു മുത്തിനെ ഒഴിവാക്കിയിട്ട് ജയകൃഷ്ണനെ വേറൊരു കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അവള് പോയി കല്യാണം കഴിച്ചു എന്ന് പറയുന്ന സ്ഥലത്താണ് എനിക്ക് ഒബ്ജക്ഷൻ. അത് ഇങ്ങനെ പരിഹരിക്കും എന്ന് ചോദിച്ചാൽ രജനീഷായിട്ട് ഇതുപോലത്തെ ഭയങ്കര ബുദ്ധിപരമായുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാൽ ബുദ്ധിജീവി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്റെ അടുത്ത് അവസാനം ചോദിക്കുക. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, നമ്മൾ അതിന്റെ ബ്യൂട്ടി മാത്രം നോക്കിയാൽ മതി. ഈ ബ്യൂട്ടി മാത്രം നോക്കിയിരുന്നപ്പോഴാണ് എന്നെ
തോണ്ടിയിട്ട് ക്ലാരയെ കുറിച്ച് പറഞ്ഞു, ജയകൃഷ്ണനെ അല്ല, അത് രസമല്ലേ, നമുക്ക് അങ്ങനത്തെ ടോപ്പിക്കിലേക്ക് വരിക എന്ന് പറഞ്ഞ രസമല്ലേ. ഈ പ്രണയം ആക്ച്വലി നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ട് ആസ്വദിക്കുന്നതിനപ്പുറത്തേക്ക് മഞ്ജുവിന്റെ അടുത്തേക്കൊക്കെ ഒരുപാട് പ്രപ്പോസൽസ് ഒക്കെ വരുമല്ലോ. ഇതിനൊക്കെ എങ്ങനെ മാനേജ് ചെയ്ത മഞ്ജു? നമ്മളെയൊക്കെ ആര് പ്രണയിക്കാനാണ്? +2 സമയത്ത് ആണ് സിനിമയിലേക്ക് വരുന്നത്. അപ്പൊ പിന്നെ തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർ അപ്രോച്ച് ചെയ്യും. ഓരോ പ്രായത്തിൻ്റെതായിട്ടുള്ള അട്രാക്ഷൻ ഒക്കെ ഇല്ലാത്ത ആരാ ഉള്ളത് ഈ ഭൂമിയില്, അല്ലെ? പിന്നെ പ്രണയം എന്ന് പറഞ്ഞ പ്രണയത്തിന് പ്രായമില്ല എന്നൊക്കെ പറയും. നമ്മളെ മനസ്സിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ട് നടക്കേണ്ട ഒരു സംഗതിയാണ് പ്രണയം. അതിനോടൊക്കെ നമുക്ക് തന്നെയാണ് പ്രണയം സംതിങ് ഡിഫറെന്റ് ആണ്. അതിന് തന്നെ ഒരു പാട്ടില്ലേ, നിന്നോടെനിക്കുള്ള പ്രണയം ചൊല്ലുവാൻ ഞാൻ കാത്തിരുന്ന ദിനം, പ്രണയം പറഞ്ഞിടാൻ വയ്യാതെ നിന്നെ ഞാൻ പ്രണയിക്കുമീ സുദിനം, നിന്നെ പ്രണയിക്കുമീ സുദിനം. പ്രണയപ്പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞാൽ എത്ര പാട്ടുകളാണ്. പ്രണയ പാട്ടല്ലല്ലോ ഞാൻ ചോദിച്ച പ്രണയ ചോദ്യം. ഗാനങ്ങൾ. രജനീഷേന്റെ കൺസെപ്റ്റ് എന്താ? എന്നോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ. ഇനി രജനീഷേന്റെ കൺസെപ്റ്റ് എന്ന് പറയാം. ഇതാ സുഹൃത്തുക്കളെ വിളിച്ചാളൊരു കുഴപ്പം, തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുക. നമ്മളിങ്ങനെ ഒളിച്ച് അങ്ങനെ പോവാണ്, അങ്ങനെ ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാലും ഒരു ഇപ്പൊ പെട്ടെന്ന് ഒരു പ്രണയഗാനം പാടാൻ പറഞ്ഞ രജനീഷേട്ടൻ ഏത് പാട്ട്? എനിക്ക് പാട്ട് ഞാൻ പാടാൻ തിരിച്ച് അങ്ങോട്ടൊരു ഇന്റർവ്യൂ ചെയ്യട്ടെ. എനിക്ക് പാട്ട് പാടാൻ അറിഞ്ഞൂടല്ലോ. അത് വെറുതെ എത്രയോ പാട്ട് പാടുന്ന ഞാൻ മ്യൂസീഷ്യൻസിനൊക്കെ ഇന്റർവ്യൂ ചെയ്യണ ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. അത് പെട്ടുപോകുന്നതാ, പാട്ട് പാടുന്നതല്ല. ഹരിഹരൻ സാറിന്റെ ഇന്റർവ്യൂ എത്ര പാട്ടുകളാ. അത് ഞാൻ പറഞ്ഞുതരാം. ഹരിഹരൻ സാറ് പാട്ട് പാടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഞാൻ അവിടെ ഇരുന്നിട്ട് ഊമ്പാവാ എന്ന് പാടുമ്പോഴത്തേക്ക് സാറ് അയ്യേ ഇവൻ എന്തോ തെറ്റിച്ചു പാടുന്നു, ഇത് ശരിയാക്കി പാടാമെന്ന്. ഒരു പാട്ട് മിസ് ചെയ്തു, ഓദിൽ രൂപ പാടണായിരുന്നു. പ്രൊപ്പോസൽസ് ഒക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്, ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നും വന്നിട്ടുണ്ട്. ശരിയാണ്, അതിനെയൊക്കെ തട്ടിക്കളഞ്ഞു ഞങ്ങൾ. തട്ടിക്കളഞ്ഞു. അതെന്തേ അങ്ങനെ? പ്രണയിക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, വേറെ കല്യാണം, അതായത് ഒരു കല്യാണം കഴിക്കുക, കുടുംബജീവിതം, അതിനോടൊക്കെ ആയിരുന്നു കൂടുതൽ താല്പര്യം. അല്ല, ശരിക്കും പറയുകയാണെങ്കിൽ പേടിയായിരുന്നു. നമ്മളോട് ഒരാള് പ്രണയം അപ്രോച്ച് ചെയ്യണോ, അയ്യോ ആരെങ്കിലും അറിയോ വേണ്ട, ആ ഒരു ഇപ്പൊ നമുക്ക് സ്കൂളിൽ പഠിക്കുമ്പോ ഒരു പ്രണയം ഉണ്ടായി വിചാരിക്കുക, സ്വാഭാവികമായിട്ട് നമുക്ക് എന്താ വീട്ടിലറിയോ, പ്രശ്നം ഉണ്ടാവോ, ആ പേടി ഉണ്ടാവും. ആ പേടിയുള്ള ആൾ തന്നെയായിരുന്നു ഇന്ന് ഞാൻ. അതെ, ഇപ്പൊ കിട്ടിയ സുഹൃത്തുക്കളെ ഉത്തരം പേടിച്ചിട്ടാ. ഇല്ലായിരുന്നെങ്കിൽ ഒരു കൈ നോക്കിയേനെ. കാരണം കണ്ടുകൂട്ടി വെച്ചിരിക്കുന്നതൊക്കെ ഇത്തരത്തിലുള്ള പടങ്ങളാണ്, എല്ലാം പ്രണയത്തിന്റെ ഭയങ്കര ഉദാത്തമായ രചനകളാകുന്ന സിനിമകൾ. ഈ കേളിയെ കുറിച്ച് പറഞ്ഞല്ലോ ഭരത് സാറിന്റെ, കേളി ശരിക്കും എന്തുകൊണ്ടാണ് അത്രയും ഡിഫറെന്റ് ആയിട്ട് അനുഭവപ്പെടുന്നത്? അവളുടെ ഉണ്ടക്കണ്ണൊക്കെ ഭയങ്കര രസമാണ് കാണാൻ. ചാർമിള എന്ത് സുന്ദരിയാ ചേച്ചി. പിന്നെ ആ സോങ് താരം വാൽക്കണ്ണാടി നോക്കി, അതൊക്കെ. പിന്നെ ആ ഒരു സോങ്ങിന്റെ പുള്ളിക്കാരിയുടെ മഞ്ഞ സാരിയൊക്കെ എടുത്തിട്ടുള്ള ഒരു ഇമവെട്ട മത്സരത്തിലെ ഓർമ്മയില്ലേ, ആ ഒരു നോട്ടം പോയിട്ടുള്ള ഒരു ഇതിങ്ങനെ സംഭവം, അതൊക്കെ. പിന്നെ ഒരു എല്ലാത്തിലും ഒരു നിഷ്കളങ്കത ഉണ്ട്. അങ്ങനത്തെ സിനിമകളിലൊക്കെ രജനീഷായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ പ്രണയത്തിലും നിഷ്കളങ്കത ഉണ്ടായിരിക്കും. എന്തോ ഒരു രസം, ഒരു തുളസിക്കതിരിനെ പോലെ എന്നൊക്കെ പറയുന്ന പോലെ ഒരു പരിശുദ്ധി അതാണ്. ഇത് പ്രശ്നമാണ്, പൊളിറ്റിക്കലി കറക്റ്റ് അല്ല, പക്ഷെ തൽക്കാലം മഞ്ജു പറയുന്നതുകൊണ്ട് ഞാൻ കേട്ടിരിക്കുന്നു. അല്ല, എന്താ അറിയാം, എനിക്ക് അതിനെ കുറിച്ച് കൂടുതലായിട്ട് ഭയങ്കരമായി വാദിക്കാനൊന്നും അറിയില്ല. ഒരുപാട് ഇങ്ങനെ ഇതാണ് ഇന്നതാണെന്ന് പറഞ്ഞ് തറപ്പിച്ച് സംസാരിക്കാനൊന്നും അറിയില്ല. പക്ഷെ അതിന്റെ ഉള്ളിലുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കത, പരിശുദ്ധി, അതൊക്കെ ഇങ്ങനെ നുള്ളിയെടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ അങ്ങനെ നുള്ളിയെടുത്ത് സൂക്ഷിച്ചോളൂ. ഈ കളിയും തമാശയൊക്കെ പറയുന്നതിനിടയ്ക്ക് അല്ല, എനിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഈ ഇന്റർവ്യൂ കണ്ടു കഴിയുമ്പോൾ പ്രേക്ഷകർ പറയും, നീ പാടണ്ട, പാട്ട് കേട്ടാൽ മാത്രം മതി, അതാണ് നിനക്ക് നല്ലത്. അയ്യോ, എന്റെ ഒരു മോഹം കൊണ്ട് പാടി പോണതാണ്, എന്റെ വേറെ കാര്യങ്ങളൊന്നും മാർക്കിടൊന്നും ആരും ചെയ്യരുത്, എന്നോട് ദേഷ്യപ്പെടരുത്. അതൊക്കെ എടാ, തമാശ പറയുന്നതിനപ്പുറത്തേക്ക് ജീവിതത്തെ കുറിച്ച് ഞാൻ അധികം ചോദിച്ചിട്ടില്ല. ആക്ച്വലി ചെറുപ്പമൊക്കെ എങ്ങനെയായിരുന്നു, നാട്ടില് എങ്ങനെയൊക്കെ ആയിരുന്നു, ജീവിത സാഹചര്യം ഒക്കെ എങ്ങനെയായിരുന്നു? ജീവിത സാഹചര്യം എനിക്ക് അറിയുന്നതാണ് ചിലതൊക്കെ. ചൈൽഡ്ഹുഡ് അത്ര കളർഫുൾ ആയിരുന്നില്ല. അമ്മ സിംഗിൾ പാരന്റ് ആയിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് അറിയാലോ, അതിൻ്റെതായിട്ടുള്ള കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നമ്മൾ ഫിനാൻഷ്യലി ഒക്കെ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്.
അല്ല അതിൽ ഞാൻ ഇപ്പൊ അന്ന് നമുക്ക് വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഭയങ്കര പ്രൗഡാ. കാരണം എന്താണെന്നറിയോ, നമ്മൾ അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വരണം. കഷ്ടപ്പെട്ട് ലാസ്റ്റ് നമുക്കൊരു അതിൻ്റെ ഒരു കഴിഞ്ഞിട്ടൊരു സ്റ്റേജിലെത്തില്ലേ, അപ്പോഴാണ് ഈ വന്ന വഴികൾ മറക്കാതിരിക്കുക എന്ന് പറഞ്ഞൊരു സംഭവം അല്ലേ. നമുക്ക് ഇപ്പൊ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടതുകൊണ്ട് എനിക്ക് അപ്പുറത്ത് എന്നോട് ഒരാളൊരു കാര്യം പറയുമ്പോൾ എനിക്കത് കറക്റ്റായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. ഫീൽ ചെയ്യണം, അല്ലാതെ ഞാൻ ഈ ചെവി കൂടെ കേട്ടിട്ട് ഈ ചെവി കൂടെ വിട്ടിട്ട് ഒരു കാര്യമില്ല. എന്നോട് ഓപ്പോസിറ്റ് ഉള്ള ഒരാൾ എന്നോട് എന്തിനാ സംസാരിക്കണേ, അയാളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ എന്തിനാ പറയണേ, ഞാനെങ്കിലും ഒന്ന് മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ സംഭവമല്ല അല്ലേ. അപ്പൊ മഞ്ജു ചില സമയത്ത് അന്യനും അമ്പിയും കളിക്കും. ചില സമയം വിചാരിക്കും മഞ്ജുവിന്റെ അടുത്ത് വർത്താനം പറയുന്നതിൽ ഒരു കാര്യമില്ല എന്ന് തോന്നും കേട്ടോ. പക്ഷെ ചില സമയം ഇത്രയും വലിയ നിലയിൽ സംസാരിക്കുന്ന ഒരു മഞ്ജുവിനെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും അല്ല ഇതെങ്ങനെ മാറുന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യം. അല്ല രജനീഷ് കാര്യമായിട്ടാ പറഞ്ഞു. ശരിക്കും പറയല് നമ്മളിപ്പോ എനിക്ക് പറയണതിൽ നാണക്കേടൊന്നുമില്ല. നല്ലൊരു ഡ്രസ്സിന് വരെ കൊതിച്ചൊരു കാലം ഉണ്ടായിട്ടുണ്ട്. ശരിയാണ്. ഞാൻ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ ഒരു 2-3 ദിവസം മുന്നേ അവളോട് സംസാരിച്ചപ്പോഴും കൂടി അവൾ പറഞ്ഞു നിന്റെ ഡ്രസ്സ് വരെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം 2 ഡ്രസ്സൊക്കെ ഉണ്ടാവുള്ളൂ. അതിങ്ങനെ ഈ സേഫ്റ്റി പിന്നൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്നും മാറും. അതെ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ഞാൻ പോയിരുന്നത്. കാരണം ഒരു യൂണിഫോമിന്റെ ഒരു സംഭവം സ്കൂളിൽ നടക്കുന്ന സമയത്ത് അതൊരു ഡിസിഷനിൽ എത്താതിരുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് കുറച്ചു കാലം ഞങ്ങൾ കളർ ഡ്രസ്സുകൾ ഇട്ടിട്ടാണ് പോയിരുന്നത്. എനിക്കാകുമ്പോൾ ഡ്രസ്സ് എൻ്റെ കൂടെ നടക്കുന്ന കുട്ടികളൊക്കെ നല്ല നല്ല ഡ്രസ്സുകൾ ഇട്ട് നമുക്കൊരു ഈഗോ ആ പ്രായത്തിൽ തീർച്ചയായിട്ടും നമുക്കൊരു കോംപ്ലക്സ്, അതായത് ഞാൻ അവരെ കൂടെ നടക്കില്ല, മാറി നടക്കും. കാരണം എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. പിന്നെ പക്ഷെ എൻ്റെ അമ്മയോട് എനിക്ക് അതിനൊരു ദേഷ്യമോ ഇതൊന്നും തോന്നിയിട്ടില്ല. കാരണം എനിക്ക് അറിയായിരുന്നു എൻ്റെ അമ്മ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ്. ഞാനത് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോ എനിക്ക് എന്നെ കുറിച്ച് തന്നെ അഭിമാനമുണ്ട്. എന്റെ അമ്മ എപ്പോഴും പറയും അനുഭവങ്ങൾ പാച്ചാളികളാണ്. അതെ അല്ല അത് രസമാണ്, അങ്ങനെയൊക്കെ വേണം. ഇങ്ങനെയൊക്കെ ഒരു അനുഭവം ഉണ്ടാവണം, എങ്കിലും ഒരു നല്ലൊരു നടി ഉണ്ടാവുള്ളൂ അല്ലേ. മറ്റേ ജയറാമേട്ടൻ സത്യനന്ദിക്കാട് സിനിമയെ അതെ ശരിയാ, അങ്ങനെയൊക്കെ വേണം. അപ്പൊ എനിക്ക് എന്തെങ്കിലും അങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടുകയാണെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ ഈസി ആയിരിക്കും. കാരണം നമ്മൾ അങ്ങനത്തെ ഒക്കെ അനുഭവങ്ങളിലൂടെ വന്ന ആൾക്കാരാകുമ്പോ അതൊക്കെ ഞാൻ എന്റെ മനസ്സിലിങ്ങനെ പ്രൗഡായിട്ട് കൊണ്ടു നടക്കണ കുറെ സംഭവങ്ങളാണ്. ഈ ചെറിയ പ്രായത്തിൽ സിനിമയിലേക്ക് വരുമ്പോ ഇപ്പൊ സിനിമ കുറച്ച് മാറിയിട്ടുണ്ട്, ഇപ്പൊ അറ്റ്മോസ്ഫിയർ മാറിയിട്ടുണ്ട്, കുറച്ചുകൂടെയൊക്കെ സ്വാതന്ത്ര്യവും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. പക്ഷെ ആ കാലഘട്ടത്തിൽ കുറച്ചുകൂടെ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് ഒക്കെ സിനിമയുടെ കാസ്റ്റിംഗ് ഒക്കെ നിയന്ത്രിച്ചിരുന്ന ഒരു കാലവും കൂടെ, അത് മാറി വരുന്നതേ ഉള്ളൂ. അപ്പോ ശരിക്കും എങ്ങനെയായിരുന്നു അന്നത്തെ ഇപ്പൊ പലരും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു മഞ്ജുവിന്റെ മനസ്സിനകത്തും അതുണ്ട്. ഞാൻ പലപ്പോഴും അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ആക്ച്വലി ആ സമയത്ത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, ഈ കാസ്റ്റിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത്? അത് ചോദിക്കുകയാണെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു നുണയായിരിക്കും. ഒരാണും പെണ്ണും എവിടെയൊക്കെ ഉണ്ടോ, ഏതൊക്കെ ജോലി സ്ഥലങ്ങളുണ്ടോ അവിടെ എല്ലാം അത് ഉണ്ടാവും. പിന്നെ നമ്മൾ ഈ ഫിലിം ഫീൽഡ് ആകുമ്പോൾ ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഉൾപ്പെടുന്ന ഒരു സംഗതി ആയതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ അറിയാൻ നമുക്കൊന്നും കൂടി ഒരു ക്യൂരിയോസിറ്റി കൂടും. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളോട് അങ്ങനെ ആവശ്യപ്പെടുന്നു. പിന്നെ എനിക്കുണ്ടായ അനുഭവം ശരിയാണ്, തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നമ്മളുടെ അഭിപ്രായം പറയണു, അതവിടെ തീരണു. ഒരു നോ എന്നാണെങ്കിൽ നോ എന്ന് പറയണു, അതവിടെ തീരണു എന്നല്ലാതെ എൻ്റെ കരിയറിന് ഇപ്പോൾ ഓരോ പെൺകുട്ടികൾ കരിയറിന്, അതായത് അവർ മെന്റലി ഒക്കെ ഭയങ്കര സ്ട്രഗിൾ അനുഭവിച്ച കുറേ കേസുകൾ ഇപ്പോൾ നമ്മൾ കേട്ടിരുന്നല്ലോ. ആ രീതിയിൽ നമ്മളെ കരിയർ തകർക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മെന്റൽ സ്ട്രഗിൾ, ഒരു ഭയങ്കര പെയിൻ അനുഭവിക്കുന്ന രീതിയിലേക്കൊന്നും എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്രോച്ച് ഉണ്ടായിട്ടുണ്ട്, നമ്മളെ കാര്യം പറയണു, അത് അവിടെ തീരുന്നു. വളരെ ഫെയർ ആയിട്ട് അത്രേ ഉള്ളൂ, അങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റി. ഒരുപാട് രസകരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാകും. കാരണം എനിക്ക് തോന്നുന്നു സത്യനന്ദിക്കാട് സാറിനെ ആദ്യം കാണാൻ പോകുമ്പോ അയ്യോ അതൊന്നും നാട്ടുകാരോട് പറയാൻ പറ്റില്ല. അല്ല അത് കേൾക്കണം. കാരണം എന്ന് വെച്ചാല് അതേപോലൊരു സാധനം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ചില കാര്യങ്ങൾക്ക് നമ്മള് ശരിക്കും എനിക്കിങ്ങനെ വിചിത്രമായിട്ടുള്ള ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാനും ചില വിചിത്രമായിട്ടുള്ള കാര്യങ്ങളിലൂടെ പോയിട്ടുണ്ട്. അതുകൊണ്ട് മഞ്ജു ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാനത് പറയാട്ടോ. അല്ല ഞാൻ എന്റെ കൺഫ്യൂഷൻ എനിക്ക് മാത്രമാണോ അങ്ങനെ പറ്റിയ, ഇവരൊക്കെ എന്നെ പറ്റി എന്ത് വിചാരിക്കുന്നുള്ള. കാരണം തൃശ്ശൂരാണ്, നിലമ്പൂരിന്ന് തൃശ്ശൂർക്കൊക്കെ ആദ്യമായിട്ട് പോവാ നമ്മള്. ബസ്സിലാണ് യാത്ര, ആദ്യമായിട്ട് പോവാ നമ്മളെ നാട് വിട്ടിട്ട്. അപ്പൊ ബസ്സിൽ പോണ സമയത്ത് നല്ല മഴ എന്ന് പറഞ്ഞാൽ പുറത്ത് നമുക്ക് നോക്കാൻ കൂടി പറ്റില്ല, അത്ര മഴ. അപ്പൊ ഞാനും അമ്മയും കൂടി ഇങ്ങനെ ഈ ബസ്സിന്റെ ഷട്ടർ ഉണ്ടല്ലോ ഇങ്ങനെ നോക്കുക, പൊന്തിച്ചിട്ട് എത്തിയോ ഏതോ ഒരു തിരക്കുള്ള ടൗൺ എത്തണോ, അവിടെ ചാടി ഇറങ്ങി തൃശ്ശൂരാന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോ കുന്നംകുളം. അയ്യോ ഇറങ്ങി കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ബസ് വെയിറ്റിംഗ് ഷെഡിൽ നിൽക്കും.
അയ്യോ ഇത് തൃശ്ശൂരല്ല കുന്നംകുളം, ഇങ്ങനത്തെ അബദ്ധമൊക്കെ ആർക്കെങ്കിലും പറ്റും? എന്റെ ദൈവമേ, സാറിനോട് പറയാൻ കൂടി നമുക്ക് ചമ്മൽ, ഇത്ര ബുദ്ധി ഇല്ലാത്ത എന്നിട്ട് സാറിനോട് പറഞ്ഞോ? പറഞ്ഞു. കുന്നംകുളത്ത് ഇറങ്ങി. എന്നിട്ട് അവിടുന്ന് എങ്ങനെ പോയേ? അവിടുന്ന് കുന്നംകുളം ഇറങ്ങി വീണ്ടും ബസ്സിന് കയറി. എന്നിട്ട് സാറിനെ പോയി കണ്ടു. അതൊന്നും അത് വെറുതെ തുടക്കം മാത്രം. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ അബദ്ധങ്ങൾ പറ്റിയിരിക്കണ ഈശ്വരാ. ഈ തൊടുന്ന മണ്ടത്തരങ്ങൾ എന്ന് പറയില്ലേ. എന്റെ അമ്മ എന്നെ പോലെ തന്നെ ഒരു പൊട്ടിയായിരുന്നു കേട്ടോ. അല്ല, അമ്മ പൊട്ടിയല്ല, ഇത് ശരിക്കും പൊട്ടിയാണോ? അല്ല, പൊട്ടിയുടെ മോളാണല്ലോ. അല്ല, ഞാൻ ഇപ്പോഴും പാവം കളിയാക്കൂട്ടോ. അമ്മ ഒരു ദിവസം പാപ്പിയപ്പച്ച ചെയ്യണ സമയത്ത് ധർമ്മചേട്ടനൊക്കെ ഹോട്ടലിൽ ഇരിക്കുക, നമ്മള് ഷൂട്ടിന് പോവാൻ വേണ്ടി റെഡി ആയിട്ട്, അമ്മ ബെഡിന്ന് ഫോണാണെന്ന് വെച്ച് എടുത്ത് കൊണ്ടുപോയത് റിമോട്ട്. എന്നിട്ട് അവിടെ ചെന്നിട്ട് ധർമ്മജന്റെ നമ്പർ ഒന്ന് പറയൂ. എന്നിട്ട് ഇതാണെങ്കി പ്രസ് ആവണില്ല, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഇതെന്താ ഇത് പ്രസ് ആവാത്ത, ഭയങ്കര ഇതെന്താ മഞ്ജു ഇതിന്റെ കീപാഡൊക്കെ ഇങ്ങനെ നോക്കുമ്പോ റിമോട്ടാ. അയ്യോ, ധർമ്മജേട്ടൻ കണ്ടിട്ട് ട്രോളോട് ഇന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും, ഇന്ന് ഞാൻ ദിലീപേട്ടനോട് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഓരോന്ന് പറയുമ്പോഴും എന്നെ ഭീഷണിപ്പെടുത്തും, റിമോട്ട്. അങ്ങനെ കൊറേ അഭിനയിക്കണ സമയത്ത് ലളിത ചേച്ചിയുടെ കയ്യിൽ നിന്നൊക്കെ എത്ര ഇതൊക്കെ ചീത്തയും അതുപോലെ എന്താ വെച്ചാൽ നമ്മളെ കയ്യിൽ നിന്ന് വരുന്ന മണ്ടത്തരങ്ങൾ അതിനനുസരിച്ചായിരിക്കും. അതിനൊക്കെ എനിക്ക് നിറയെ ചീത്ത കിട്ടിയിട്ടുണ്ട്. ദിലീപേട്ടൻ്റെ അടുത്ത് നിന്നൊക്കെ നിറയെ കിട്ടിയിട്ടുണ്ട്. കരഞ്ഞിട്ടൊക്കെ ഉണ്ട് ഞാൻ. അതേപോലെ തന്നെ സത്യൻ സാറിന്റെ സിനിമയിൽ തന്നെ ഭാഗ്യദേവതയാണോ, അതിനകത്ത് റോള് കുറവാണെന്ന് പറഞ്ഞിട്ട് അവിടെ സെറ്റിൽ പ്രശ്നം ഉണ്ടാക്കിയില്ലേ? വിനോദയാത്രക്കകത്ത്. അയ്യേ, അതൊക്കെ ആലോചിക്കുമ്പോ എനിക്ക് എന്നെ തന്നെ എടുത്ത് കിണറ്റിലെറിയാന്നോ. കാരണം അങ്ങനെയൊന്നും ചെയ്യരുത്. സാറ് നമ്മളെ അത്രയും സ്നേഹം കൊണ്ട് വിളിക്കുക ഒരു ക്യാരക്ടർ തരാം. അവിടെ ചെന്നിട്ട് എനിക്ക് ഒന്നും ചെയ്യാനില്ല, എനിക്ക് എന്നെന്തിനാ പിന്നെ വിളിച്ച, എല്ലാവരും ഇരിക്കുക. ദിലീപേട്ടനാണല്ലോ, ദിലീപേട്ടൻ, മുകേഷ് ഏട്ടൻ, ഇന്നസെന്റ് ഏട്ടൻ ഒക്കെ. എനിക്ക് എന്താ പ്രശ്നം, എന്തിനാ കുട്ടി കരയുടെ? എനിക്ക് സാറ് വെറുതെ വിളിച്ചിട്ട് എന്നെ വിളിച്ചു വരുത്തിയിട്ട് എനിക്ക് നല്ലൊരു റോള് തരായിരുന്നില്ലേ, ഞാൻ അഭിനയിക്കുമായിരുന്നല്ലോ. എടാ അവരൊക്കെ സാറിനെ വിളിച്ചിട്ട് നീ എന്താ ആക്കുന്ന നല്ലൊരു ക്യാരക്ടർ കൊടുക്കുക. സാറിന് സ്വാഭാവികമായിട്ട് എന്നോട് ദേഷ്യം തോന്നുമല്ലോ, ആർക്കായാലും തോന്നും നമ്മൾ വിളിച്ചിട്ട് ഒരു ആള്. അങ്ങനെ കൊറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രശ്നം പിന്നെ ഞാൻ അവിടുന്ന് പോന്നു. പിന്നെ ഞാൻ സാറിനെ വിളിച്ചിട്ട് കൊറേ സോറി ഒക്കെ പറഞ്ഞു. സാർ സോറി, ഞാൻ അറിയാതെ ചെയ്തതാ എന്നൊക്കെ. പിന്നെ അതിനുശേഷം പിണക്കൊക്കെ മാറിയിട്ടാണ് എന്നെ ഇന്നത്തെ ചിന്താ വിഷയത്തിൽ വിളിച്ചത്. പിണക്കം മാറ്റിക്കളയാൻ. ഈ ബ്ലെൻഡേഴ്സ് ഒക്കെ ആലോചിക്കുമ്പോ രസാണല്ലേ? രസാണ്. പക്ഷെ പൊട്ടത്തരത്തിന് കൈയും കാലും വെച്ചിട്ട് മഞ്ജു എന്നൊരു പേര് വിട്ടു പറയില്ല, അതേപോലെ ആയിരുന്നു. അല്ല, ഇപ്പോഴും മാറ്റം, പക്ഷെ ഇപ്പൊ കൊറേയൊക്കെ മാറിയിട്ടുണ്ട്. മാളികപ്പുറത്തിലെത്തുമ്പോ ആക്ച്വലി അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകുമെന്ന് കരുതിയിരുന്നില്ലേ? അതായത് ബ്രേക്കിന് ശേഷം മാളികപ്പുറത്തെത്തുമ്പോ ഇനി ഒരുപാട് സിനിമകൾ വരുമെന്ന് വിചാരിച്ചിരുന്നു. അതെ അതെ, എല്ലാം ക്രൂ മെമ്പേഴ്സ് നോക്കുമ്പോ നമുക്ക് ഒരുപാട്, ഞാൻ പറഞ്ഞില്ലേ, ബന്ധങ്ങൾ കിട്ടിയൊരു സിനിമ. പക്ഷെ എന്തോ സംതിങ് എവിടെയോ ഒരു മിസ്സിംഗ് ഉണ്ട്. ഞാൻ പ്രതീക്ഷിച്ച പോലത്തെ ഒരു ക്യാരക്ടർ, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് നല്ലൊരു ക്യാരക്ടർ കിട്ടിയാൽ അസലായിട്ട് പെർഫോം ചെയ്യാൻ കഴിയും എന്നുള്ള. കാരണം അന്നൊന്നും നമ്മൾ അതിനെ കുറിച്ചൊന്നും ആലോചിക്കണില്ല. അവിടെ പോണു, അവരെന്തോ പറയണു, നമ്മൾ ചെയ്യണോന്നല്ലാതെ. ഇപ്പോഴാണ് ഒരു ക്യാരക്ടർ കിട്ടിയാൽ നമ്മൾ എത്രത്തോളം നന്നായിട്ട് ചെയ്യണം, ഒബ്സർവ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷെ അതിനനുസരിച്ച് ഒരു ബ്രേക്ക് എനിക്ക് വന്നിട്ടില്ല. അത് വരും എന്നുള്ളൊരു കാത്തിരിപ്പിലാണ് ഞാനിപ്പോ. ഈ ജയറാമേട്ടനെ കാണുമ്പോ ആദ്യമായിട്ട് കരിമീന് കഴിച്ച ഒരു അനുഭവം പറഞ്ഞിരുന്നു. അയ്യോ, ഭാഗ്യദേവതയുടെ സെറ്റ് അവിടെ എന്താ ഞാനീ പറഞ്ഞ മാതിരി ജയറാമേട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഓടി ചെന്നിട്ട് പാർവതി ചേച്ചി എന്ത് ചെയ്യണു, മക്കൾ എന്ത് ചെയ്യണം, നമ്മളോട് നല്ല ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള പേഴ്സണാ, നന്നായി സംസാരിക്കും. അപ്പോ അത് പിന്നെ പുള്ളി ഹൗസ് ബോട്ട് ഉണ്ടല്ലോ, അപ്പൊ ആലപ്പുഴ ഞങ്ങള് ഷൂട്ട് ചെയ്യണ അവിടെ തന്നെയായിരുന്നു ജയറാമേട്ടന്റെ ഹൗസ് ബോട്ട്. ഞങ്ങളെല്ലാവരും ഒരു ദിവസം കൊണ്ടുപോയി, ആർട്ടിസ്റ്റുകളെയൊക്കെ കൊണ്ടുപോയിട്ട് ഒരു റൗണ്ട് ഇങ്ങനെ വന്നു. നമുക്ക് ഹൗസ് ബോട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിതൊന്നും കാണുന്ന പോലും ഇല്ല, ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലേ. ഇഷ്ടം പോലെ ഭക്ഷണം, നമ്മൾ കഴിക്കാത്ത വെറൈറ്റി ഭക്ഷണം, കരിമീനൊക്കെ ആദ്യമായിട്ട് അതിങ്ങനെ കാണുക. നമുക്ക് അങ്ങനത്തെ ഇതൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പൊ പക്ഷെ എന്താണെന്നറിയോ, അവരൊക്കെ ആയിട്ട് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാന്ന് അറിയണ വലിയ സംഗതിയല്ലേ. കൂട്ടുകൂടാണ് അവരായിട്ട്, ഒരുപാട് സംസാരിക്കണോ, തമാശകൾ പറയണോ. പിന്നെ അന്ന് ക്യാരവാനൊന്നും ഇല്ലല്ലോ, എല്ലാവരും ഈ ലൊക്കേഷനിൽ ഇരുന്നിട്ട് ഇന്നസെന്റൊക്കെ പറഞ്ഞ എന്താ നമ്മളെ കളിയാക്കലോ, നമ്മളൊരു ഞാൻ അധികം ഇങ്ങനെ ഇരിക്കുള്ളൂ സെറ്റില്. അപ്പൊ അതിനെ വരെ കളിയാക്കൂ. ഇപ്പൊ
ഇപ്പൊ ജീവിച്ച് പാവം എല്ലാവരും അച്ഛനും അമ്മയായിട്ട് അധികവും ഇന്നസെന്റ് ഏട്ടനും ലളിത ചേച്ചി തന്നെയല്ലേ ചെയ്തിരിക്കണം. എത്രയോ ദിവസങ്ങൾ അവരായിട്ട് സ്പെൻഡ് ചെയ്തു. അതൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. പിന്നെ ഇന്നസെന്റ് ഏട്ടൻ എന്നൊക്കെ പറയണ എത്ര സിനിമകളാ. ഇപ്പൊ എന്തായാലും ഞാനൊരു സീൻ കണ്ടേ, നമ്മളെ തൂവൽ സ്പർശത്തിലില്ലേ, ഞാൻ ബേബിയെ ഉറക്കാൻ പോവുകയാണ്, എന്നെ ആരും ശല്യം ചെയ്യരുത്. അപ്പൊ ഞാൻ വിചാരിച്ചു നല്ല പാട്ട് പോയാലും ദുഃഖഭാരം ചുമക്കുന്നു, അങ്ങനത്തെ എത്ര സീൻ നമ്മള് കണ്ട് ആ ഒരു ഇമേജോട് കൂടി നമ്മള് ഏട്ടന്റെ അടുത്ത് എത്തണേ. നമ്മളോട് ഭയങ്കര, അതായത് തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിപ്പിക്കുക എന്ന് അറിയില്ല, അതുപോലത്തെ നല്ല നല്ല അനുഭവങ്ങളാട്ടോ. അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ അഭിമാനമുണ്ട്, ഇത്രയും നമ്മള് സിനിമകൾ അവരുടെ കൂടെ ചെയ്തല്ലോ, അതിന്റെ ഒരു അഭിമാനമുണ്ട്. അതെ. ഇപ്പൊ ഒരു സിനിമാ നടിയാണോന്ന് ചോദിച്ചാലാണ്. അതെ. എന്നാൽ അങ്ങനെ ഒരു രീതിയിലല്ല നമ്മുടെ സാമ്പത്തിക അവസ്ഥയൊക്കെ. ഇതിന്റെ ഒരു മിസ്മാച്ചിങ് ഉണ്ട്. ആളുകളൊക്കെ സിനിമാ നടിയായിട്ട് കാണും, പക്ഷെ നമുക്ക് ചിലപ്പോ ചില സമയം ഭയങ്കര ബുദ്ധിമുട്ടിലായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. ഇതെങ്ങനെ, ഈ കോൺഫ്ലിക്റ്റ് എങ്ങനെ മഞ്ജു മാനേജ് ചെയ്യുമെന്നുള്ള? അത് ശരിക്കും ഭയങ്കര പ്രാധാന്യമുള്ളൊരു ചോദ്യമാണ്. രജനീഷ് ചേട്ടന്റെ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊരു ചോദ്യം ചോദിച്ചു ഇപ്പോ. കാരണം ആദ്യമായിട്ടല്ല, ഇത് കൂടുതൽ കണക്റ്റഡ് ആണ്. കാരണം അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സംഗതിയാ. കാരണം ഈ പറഞ്ഞ പോലെ നമ്മള് സിനിമാ നടിയാണോന്ന് ചോദിച്ചാലാണ്, എന്നാൽ ശരിക്കും അല്ലേന്ന് ചോദിച്ചാൽ അല്ല. അതെന്താന്നറിയാം, ആൾക്കാർക്ക് ഞാൻ കുറ്റം പറയല്ല കേട്ടോ. അപ്പൊ ഓരോരുത്തർക്ക് ഓരോ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഇവര് വിചാരിക്കണ നമ്മള് ഭയങ്കര വെൽ സെറ്റിൽഡ് ആണെന്നാ. നമ്മൾ എന്നോ ചെയ്ത് കഴിഞ്ഞ സിനിമകളാണ്. നമ്മളുടെ ജീവിത സാഹചര്യം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വേറെ തന്നെ ആയിരിക്കും. പക്ഷെ ഇവര് കാണുന്ന ഒരു രീതി, അപ്പൊ നമ്മൾ ഈ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ വേറെ വല്ല ജോലിയിലും പോവാണെന്ന് വിചാരിക്കും, അവരുടെ വിചാരം ഇവർക്ക് അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ, നിങ്ങള് സിനിമാ നടിയല്ലേ, നിങ്ങൾ എന്തിനാ ശരിക്കും ജോലിക്ക് പോണേ, അങ്ങനെയാ. ഞാൻ അവരെ കുറ്റം പറയല്ല കേട്ടോ. പിന്നെ പുറത്തിറങ്ങുമ്പോ നമ്മള് ഫേസ് ചെയ്യണ കുറേ ചോദ്യങ്ങളുണ്ട്. ചിലവര് ചോദിക്കണ രീതിയുണ്ട്. ഇപ്പൊ എങ്ങനെയാ, വർക്കൊന്നും ഇല്ലേ, അങ്ങനെ ചോദിക്കുമ്പോ നമുക്കൊരു സമാധാനം ഉണ്ട്. ഇല്ല, ആവുന്നേ ഉള്ളൂ. വർക്കൊന്നും ഇല്ലേ, അങ്ങനെ ചോദിക്കും. രണ്ട് രീതിയിൽ ചോദിക്കാം. ഇങ്ങനെ കാണിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് നമ്മളുള്ള കോൺഫിഡൻസ് മുഴുവൻ പോകും. കാരണം ഇവരോട് ഇനി എന്ത് കാരണം നമ്മളെ കയ്യിൽ അതിനുള്ള സംഭവങ്ങൾ ആവണേ ഉണ്ടാവുള്ളൂ. വരും. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു കേട്ടോ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ. ഇപ്പൊ ഞാൻ കുറെ ആയിട്ട് ഈ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്താണെന്ന് അറിയില്ല. ഇപ്പൊ ഞാൻ അവരോട് കുറച്ചൊക്കെ ഇതായിട്ട് അപ്രോച്ച് വരും. അങ്ങനെ പറഞ്ഞിട്ട് ഒന്നും ആയിട്ടില്ല എന്ന് പറയണൊരു ഇതുണ്ട്. അപ്പൊ ഞാൻ തന്നെ ഒന്നും ഇല്ല, വരും, എനിക്കുള്ള സംഗതി എന്തായാലും ഒരു ദിവസം വരും. ഒന്നും ഇല്ലേ ചോദിക്കുമ്പോ വരും ചേച്ചി, അങ്ങനെ പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാ അത്. ഓട്ടോയിൽ കയറുമ്പോ ഞാൻ ഇങ്ങനത്തെ ഓട്ടോയിലും ബസ്സിലും നമ്മളെ കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പുറത്ത് പോയിട്ട് അങ്ങനെ ചെയ്യുന്ന ആളാ. ഓരോ ഓഫീസുകളിൽ പോകാനുണ്ടാവും, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. പോണ സമയത്ത് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ ചില സമയത്തൊക്കെ മെന്റലി ഭയങ്കര, ഓട്ടോയിൽ കയറാൻ പറ്റില്ല, ബസ്സിൽ കയറാൻ പറ്റില്ല, കടകളിൽ പോകാൻ പറ്റില്ല, ഒരു സാധനം വാങ്ങുക മറ്റേ ഒന്നല്ലേ. ഇത് ഭയങ്കര ചോദ്യം. താങ്ക് യു കേട്ടാ ചോദ്യം ചോദിച്ചു. ഇനി ഒരു ചോദ്യം മഞ്ജുവിന്റെ മറുപടി കേൾക്കാൻ വേണ്ടി തന്നെ ഞാൻ ചോദിക്കാം. ശരിക്കും എന്ത് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് ഇഷ്ടം? ആദ്യം വല്ലവരും വല്ല അവസരം തരണ്ടേ, എന്നാലേ നമുക്ക് നമ്മളെ കഴിവ് തെളിയിക്കാൻ പറ്റുള്ളൂ. പിന്നെ അങ്ങനെ ഒരു സ്പെഷ്യലി എടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മുഖം എല്ലാവരും കാണുമ്പോൾ ഒരു ദുഃഖപുത്രി ഇമേജ് ആണെന്ന് പറയാറുണ്ട്. അപ്പൊ അതൊന്ന് മാറ്റി പിടിച്ചിട്ട് ഉള്ളിൽ എവിടെയോ ഒരു രജനീഷ് ചേട്ടന് തോന്നിയിട്ടുണ്ടോ? ചിലവരൊക്കെ പറയാറുണ്ട് മഞ്ജു അതായത് ആവശ്യത്തിനും അനാവശ്യത്തിനും ചിരിച്ചോണ്ടേയിരിക്കുന്ന ആളാ. ഞാൻ ആദ്യം സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചതും മഞ്ജുവിന്റെ ചിരിച്ചോണ്ടിരിക്കും. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഒരു ചേച്ചി, നീ എന്തിനാ ഇങ്ങനെ ചിരിക്കുക? ചേച്ചി ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യമായിരിക്കും പറയണേ. നീ എന്തിനാ, നിന്റെ ചിരി കേൾക്കാനല്ല ഞാൻ വിളിച്ചത്, എന്റെ ഇന്ന പ്രശ്നം പറയാനാ വിളിച്ചത്. അപ്പൊ അങ്ങനത്തെ, അപ്പൊ ഉള്ളിൽ എവിടെയോ ഒരു കോമഡി നിറഞ്ഞ എന്തെങ്കിലും ഒരു ക്യാരക്ടർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു, ഈ പൊട്ടത്തരവും മണ്ടത്തരങ്ങളൊക്കെ പറ്റണ ക്യാരക്ടർ അങ്ങനത്തെ ഒന്ന് ചെയ്താൽ നോക്കിയാൽ കൊള്ളാം. അപ്പം അഭിനയിക്കണ്ടല്ലോ. അതെ, ജീവിച്ചാ മതി. അങ്ങനെയൊക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കണേ. അല്ല, എനിക്ക് ഇതുണ്ട്, അതായത് നല്ല ലൈവായിട്ട് നിക്കണം, നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുള്ളിൽ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്. അത് വരട്ടെ. അത് വരും, വരട്ടെ. ഇത് ഞാൻ പറയേണ്ട സെന്റൻസ് അല്ലേ നീ പറഞ്ഞത്? ഞാനും പറയാം, നമുക്ക് രണ്ടുപേർക്കും പറയാം. ശരിക്കും ഏറ്റവും കൂടുതൽ പ്രാവശ്യം കട്ട് ചെയ്ത് റോൾ ചെയ്തിട്ടുള്ള ഇന്റർവ്യൂ ഇതാണ്. നിങ്ങൾക്ക് അതിനുള്ള അവാർഡ് ഉണ്ട്. താങ്ക് യു. അല്ല, രജനീഷിന്റെ സാധാരണ ഇന്റർവ്യൂസ് അതൊന്ന് ശരിക്കും ഡിഫറെന്റ് ആണത്. ഒരു
പുതിയൊരു തുടക്കാണ്, അതിന്റെ ഭാഗമാവാൻ എനിക്ക് കഴിഞ്ഞില്ലേ. ഇത് ഡിഫറൻസിന്റെ പ്രശ്നമല്ല. ഈ മറ്റേ ഇന്റർവ്യൂവിൽ എന്താ വെച്ചാൽ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പേഴ്സൺ ടു പേഴ്സൺ ഇങ്ങനെ മുഖത്ത് നോക്കി സംസാരിക്കുമ്പോൾ അവരുടെ ഐ കോണ്ടാക്ട് ഉൾപ്പെടെ കിട്ടുമ്പോൾ നമ്മൾ ഒരാളെ കേട്ടിരിക്കുന്നത് അയാൾക്കും തോന്നും, നമുക്ക് കേട്ടിരിക്കുമ്പോൾ ഓരോ കാര്യങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് വന്ന് വീഴും. ഇതെന്ന് വെച്ചാൽ കംപ്ലീറ്റ് സ്കാറ്റേഡ് ആയി പോകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് മഞ്ജുവിനെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഇന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. എല്ലാം മഞ്ജു പറഞ്ഞിട്ടുള്ള വിവരങ്ങൾ ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി ചോദിക്കുന്നു. കാഷ്വൽ ടോക്ക്, ഫ്രണ്ട്ലി ടോക്ക്, അത്രേ ഉള്ളൂ. ഒരു ഇന്റർവ്യൂ സ്റ്റൈൽ ഇല്ലല്ലോ നമുക്ക്, അല്ലേ? പക്ഷെ അത് എത്രത്തോളം നന്നായി വന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതെ, അതാണ് എനിക്ക്. അതേപോലെ മഞ്ജു ശരിക്കും സംയുക്തയെ കണ്ടിട്ടുള്ളൊരു അനുഭവം പറയുമ്പോൾ ഭയങ്കര രസമായിട്ട് അത് വിഷ്വലൈസ് ചെയ്യുന്നത്, അതൊന്ന് പറഞ്ഞേ, ഇവരും കൂടെ കേൾക്കട്ടെ. സംയുക്ത ചേച്ചി, എനിക്ക് ഇപ്പൊ ആരെങ്കിലും ചോദിക്കുകയാണ് മോസ്റ്റ് ഫേവറേറ്റ് ആക്ട്രസ് ആരാന്ന് ചോദിച്ചാൽ എന്നും എനിക്കൊരു ഉത്തരവുള്ളൂ, ഞാൻ മരിക്കോളം എനിക്കൊരു ഉത്തരവുള്ളൂ, സംയുക്ത വർമ്മ. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? സംയുക്ത ചേച്ചി എന്നെ ഒന്ന് നോക്കണേ. കാരണം എനിക്ക് എന്താണെന്നറിയാം, ഉള്ളിലേക്ക് കയറി പോയത് പഠിക്കുന്ന സമയത്ത് എത്ര ചേച്ചിയുടെ ഫിലിം, മധുര നമ്പരക്കാറ്റ്, മഴ, അങ്ങനെ എല്ലാ, വീണ്ടും ചില വീട്ട് എല്ലാ ഫിലിംസും ഇഷ്ടം. പിന്നെ ചേച്ചിയുടെ ഒരു പേഴ്സണാലിറ്റി. പിന്നെ ഞാൻ ഒരു പ്രാവശ്യം ഊർമിള ചേച്ചിയുടെ കൂടെ ഒരു ഫിലിം ചെയ്തപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു, എനിക്ക് എന്താണെന്നറിയില്ല ചേച്ചി, സംയുക്ത ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് നേരിട്ടൊരു പ്രാവശ്യം കാണാൻ. അപ്പോഴേക്കും എനിക്ക് വിളിച്ചു തന്നു, ചിന്നു എൻ്റെ അടുത്ത് നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടീൻ്റെ ഞാൻ കൊടുക്കാന്നിട്ട് സംസാരിച്ചു. എനിക്കാണെങ്കിൽ കിടക്കിടക്കിടെ വിറക്കുക, എന്താ പറയണ്ടേന്ന് അറിയണില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ബീച്ചേട്ടൻ്റെ കൂടെ ഒരു സിനിമ ചെയ്തപ്പോൾ ചേച്ചി ലൊക്കേഷനിൽ വന്നു. ശരിക്കും ഈ ദേവതമാരൊക്കെ ഇങ്ങനെ ഇറങ്ങി വരില്ലേ, മേക്കപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷെ എന്താ ഒരു നമുക്കൊരു ഒരു എന്താ പറയാ, ഒരു അത് കെട്ടിപ്പിടിക്കാൻ തോന്നില്ലേ, എന്താ ഒരു ബൂസ്റ്റ്. ചേച്ചി എന്തെങ്കിലും ഒന്ന് നേരിട്ട് കണ്ടിട്ട് ഒരുപാട് സംസാരിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. അതെ, അന്ന് നേരിട്ടല്ലേ കണ്ടു, പക്ഷെ എനിക്ക് അങ്ങനെ ഒരുപാട് സംസാരിക്കാനൊന്നും പറ്റിയില്ല. അടുത്ത് പോയിട്ട് ഒരുപാട് വർത്തമാനം പറയാനൊന്നും പറ്റിയില്ല. പക്ഷെ എന്തെങ്കിലും അതിനൊരു അവസരം ദൈവം തരട്ടെ, തരും കിട്ടും. ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ? അതുപോലെ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായതാണ് മമ്മൂക്കയായിട്ട്. ഞാൻ ഈ ജയരാജ് സാറിന്റെ ലൗഡ് സ്പീക്കർ എന്ന് പറഞ്ഞ സിനിമയിൽ ഇതുപോലെ ഹീറോയിന്റെ അയൽപ്പക്കത്തുള്ള ഒരു കുട്ടിയായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ അവിടെ ചെല്ലണോ, മമ്മൂക്കയൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ വിറക്കുകയാണല്ലോ, കാരണം ആദ്യമായിട്ട് ഇങ്ങനെ കാണുക. അപ്പോൾ സാർ വരുന്നു, സീൻ പറഞ്ഞു തരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഇങ്ങനെ മിസ്റ്റേക്കുകൾ സംഭവിക്കുമ്പോൾ മമ്മൂക്ക ഈ ഏരിയയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങും. അപ്പൊ അങ്ങനെയുള്ള ആളെടുത്ത് മമ്മൂക്ക അവിടെ വന്നിട്ട് ചേർത്തിട്ട് അവിടെ ഇരുന്നു. അതോടുകൂടി എന്റെ കോൺഫിഡൻസ്, കാരണം ഞാൻ ചെയ്യുന്ന തെറ്റിപ്പോവോ ഈശ്വര, തെറ്റിപ്പോവോ, അതിൽ ഒരു ആവശ്യമില്ല. അവിടെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ നോക്കി എന്റെ അടുത്ത് വന്ന് നിന്നിട്ട്, മോളെ എന്താ ഇതിങ്ങനെയല്ലേ, അപ്പൊ നീ ഒരു കാര്യം ചെയ്ത് ഇങ്ങനെ പറഞ്ഞു നോക്കി ഡയലോഗ്, അപ്പൊ ഒന്നും കൂടി അതൊരു നാച്ചുറലായിട്ട് ഫീൽ ചെയ്യും. ഞാൻ അവിടെ അയ്യടോ, കാരണം ആരാ നമുക്ക് പറഞ്ഞു തരുന്നത്, ഇത്രയും വലിയ ആളല്ലേ, നമ്മളതൊക്കെ സ്വപ്നം പോലും കണ്ടിട്ടില്ല. അതുപോലെ അദ്ദേഹത്തിന്റെ കൂടെ പിന്നെ ഗ്യാങ്സ്റ്റർ എന്ന് പറഞ്ഞ ആഷിഖ് കപൂർ സാറിന്റെ മൂവിയിലും ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി. അതും ഇതുപോലെ ഒരു കോമ്പിനേഷൻ സീനായിരുന്നു. വലിയ ആളാ, ചെറിയ ആളൊന്നുമല്ല, പാവാ, പക്ഷെ പാലക്കാട് കാര്യമാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അല്ല രജനീഷ് ചേട്ടാ, ഇപ്പൊ ഈ യൂട്യൂബിലൊക്കെ കുറെ മൂവീസ് കാണുമ്പോൾ ഈശ്വര ഞാനിതിൽ ചെയ്തിട്ടുണ്ട്. കുറെ മൂവീസ് അങ്ങനെ, അതായത് പുറത്തധികം ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ള കുറെ മൂവീസിന്റെ ഭാഗമായിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് അതിലൊക്കെ കാണുമ്പോഴാണ് ശരി ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ, ഓർമ്മ പോലും ഇല്ല, ഒക്കെ മറന്നുപോയി. ഇനി എല്ലാം ഇങ്ങനെ പൊടി തട്ടിയെടുക്കണം എനിക്ക്. അപ്പൊ ഇനി വീണ്ടും സജീവമാവും പോവാണ് കുട്ടി. തീർച്ചയായിട്ടും സജീവമാവട്ടെ. സജീവാവും, അതാണ് എന്റെ ഒരു ചെയ്യണം, നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം. അപ്പൊ സന്തോഷമായിട്ട് അളിയൻ സൂപ്പറായിട്ട് പോട്ടെ. താങ്ക് യു. ഇതെനിക്കൊരു പുതിയ തുടക്കമാവട്ടെ. അല്ല, എനിക്ക് ഒരുപാട് സന്തോഷം, സത്യസന്ധമായിട്ട് പറയാണ്, ഒരുപാട് സന്തോഷം രജനീഷന്റെ ഒരു ഇന്റർവ്യൂല് വരാൻ പറ്റിയാലും. ഇന്റർവ്യൂ അല്ല, നമ്മള് ജസ്റ്റ് ഫ്രണ്ട്സ് സംസാരിക്കണ എങ്ങനെയാണോ അതുപോലെ സംസാരിച്ചു. അങ്ങനെയൊന്നും ആയിട്ടില്ല, പക്ഷേ ക്യാമറയ്ക്ക് മുമ്പിൽ അല്ലാത്തപ്പോ ഭയങ്കര രസമായിട്ട് എന്റെ അടുത്ത് സംസാരിക്കുന്ന ഒരാളാ. ഇങ്ങനെയല്ല കേട്ടാ, നമ്മളെവിടെയും സംസാരിക്കാറ്, എന്റെ ചിരി കഴിഞ്ഞിട്ട് വേണ്ടി നമ്മള് സംസാരിക്കാൻ. അല്ല, രജനീഷ് ഏട്ടൻ തന്നെ എന്നോട് ചോദിച്ചിട്ട് നിനക്ക് ശരിക്കും വട്ടുണ്ടോന്ന്, നീ എന്തിനാ അങ്ങനെ, എവിടെയോ ഉണ്ട്, സത്യം എവിടെയോ ഒരു പിരി ലൂസായിട്ട് കിടക്കുന്നുണ്ട്, പക്ഷെ അത് നല്ലതല്ലേ, പിന്നെ അങ്ങനെയൊക്കെ വേണം. ചെറിയ വട്ടില്ലെങ്കിൽ ഇതെങ്ങനെ മാനേജ് ചെയ്യുന്നു. അതെ, അപ്പൊ അതിൽ ഒരുപാട് സന്തോഷം. പൊളിക്കടാ. ഓക്കെ അളിയ, താങ്ക് യു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല.
English Cafe presents you the perfect English. English Cafe, we present you the perfect English. WhatsApp now 9633 888 575.